Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon, madam. Good afternoon. Okay, we can start in കുറച്ചധികം നേരമുണ്ടോ? Okay, please. Prayer ആരാ? Anjanjala, Miss. O Lord, O my soul, bless me every day. God will make a way with love and strength, blessing every moment, kindness and grace, joyful and happiness with love and strength. Okay, what means? Thought of the day parayattu. Teaching is more than imparting knowledge. It is inspiring change. Learning is more than absorbing facts. It is acquiring understanding. ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ അറിവ് പകരുന്നതിനേക്കാൾ ഉപരി ഒരു ചേഞ്ച് ഉണ്ടാക്കലാണ്, സമൂഹത്തിലോട്ട് ഒരു ചേഞ്ച് ഉണ്ടാക്കലാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതുപോലെ ലേണിംഗ് എന്ന് പറയുന്നത് കുറെ വസ്തുതകളെ കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ പഠിക്കുന്ന എന്ത് വിഷയമാണോ ആ വിഷയത്തിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കലാണ്. I repeat my thought. Teaching is more than imparting knowledge. It is inspiring change. Learning is more than absorbing facts. It is acquiring understanding. Okay then. Good afternoon, teacher. After a long break, I came back. Where are you? Full of busy. ഹസ്ബൻഡ് പോയി ലാസ്റ്റ് സാറ്റർഡേ ഹസ്ബൻഡ് തിരിച്ചു പോയി. ഹസ്ബൻഡ് എവിടെയാ? ഒമാനില്. വെക്കേഷൻ പോകുന്നുണ്ടോ? നിങ്ങൾ പോകുന്നില്ലായിരിക്കും അല്ലെ? ഇല്ല ടീച്ചർ, ഈ വർഷം പോവാൻ പറ്റില്ല. കാരണം മോനിപ്പോ 10th ക്ലാസ് സ്റ്റാർട്ടായി. അതുകൊണ്ട് ഈ വർഷം ഇവിടെ തന്നെ. കഴിഞ്ഞ വർഷം പോയിരുന്നു, ഓഗസ്റ്റിലാണ് തിരിച്ചു വന്നത്. ഓക്കെ. ഓഗസ്റ്റിൽ തിരിച്ചു വരുമ്പോ കുട്ടിയുടെ ക്ലാസ് നോട്ട്സ് ഒക്കെ കുട്ടികൾ അയച്ചു തരുമായിരുന്നു. അത് നോക്കി പിന്നെ എക്സാം ആയപ്പോഴാണ് വന്നത്. പിന്നെ വലിയ കുഴപ്പമില്ല, നോട്ട്സ് ഒക്കെ കിട്ടി, അങ്ങനെ വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ സ്കൂളും സമ്മതിച്ചു. എനിക്കും വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല, അവരത് ക്യാച്ച് ചെയ്തോളും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സോ സെൽഫ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ സർവേ ഡീറ്റെയിൽസ് ആയിരുന്നു, ഞാൻ അയക്കാൻ വിട്ടുപോയി, അയച്ചിട്ടേക്കാം. സെൽഫ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അബ്സോർബൻ മൈൻഡ് കഴിഞ്ഞ് അൺകോൺഷ്യസ് മൈൻഡ് എടുക്കണ്ടത് സർ. സോ നമ്മൾ അബ്സോർബൻ മൈൻഡ് കഴിഞ്ഞു. then now it is unconscious mind, right? കറക്റ്റ് എടുക്കേണ്ട നോട്ട്സ് മാത്രം കാണില്ല. ഞാൻ ലേറ്റ് ആയത് ഒരു കൊറിയറുകാരനെ വഴി പറഞ്ഞു കൊടുത്ത് എനിക്കും മിട്ടായി അയാൾക്കും മിട്ടായി. ചില ആൾക്കാർക്ക് വഴി പറഞ്ഞു കൊടുത്താലൊന്നും മനസ്സിലാവില്ല, ചില ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. എനിക്കും ഇതുപോലെ അനുഭവം ഉള്ളതാണ്. മോനുണ്ട്, അവന് പരീക്ഷ എഴുതാനുണ്ട്, അവന്റെ കയ്യിൽ OTP ഒക്കെ കൊടുത്ത് വഴിയൊക്കെ ഒരുവിധമൊക്കെ മനസ്സിലാക്കിച്ച് കയറി വിളിക്കൊന്നു.
ഓക്കെ, സോ സെൽഫ് കൺസ്ട്രക്ഷൻ നമ്മളുടെ മോണ്ടിസോറി മെത്തേഡിൽ ഈ പാർട്ട് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് തീരാനും ശരിക്കും സമയമെടുക്കും. ഈ ഒരു യൂണിറ്റ് 7 ഉണ്ട്, അതിങ്ങനെ കുറേ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ചില കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇതുവരെയും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലായ കാര്യം അതാ. അപ്പൊ ഇങ്ങനെ തീരില്ല, അതിങ്ങനെ കുറേ ഉണ്ടാവും. സോ സെൽഫ് കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു, കുട്ടികൾ പല പല സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു അവരുടെ ഡെവലപ്മെന്റിൽ. സോ സെൽഫ് മെയ്ഡ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അവർ തന്നെ ഡെവലപ്പ് ആക്കണം. അതിന് നമ്മൾ പാസീവായി മാറണം, എന്നാൽ മാത്രമാണ് അവർ ആക്റ്റീവ് ആകൂ. നമ്മൾ അവരെ ഡോമിനേറ്റ് ചെയ്യുന്നു, അവരെ എന്താ പറയാ, ടീച്ചർ ആയാലും ഇപ്പൊ വീട്ടിലെ ആൾക്കാരാണെങ്കിലും അവരെ ഡോമിനേറ്റ് ചെയ്ത് ഡു ദിസ് ഡു ദാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നമ്മളെ ഫോളോ ചെയ്യുവാണ് അവര്, നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുന്നു പലതും. അങ്ങനെയാകുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിലി നമ്മളെ ഫോളോ ചെയ്യും, അവര് ഒബീഡിയന്റ് ആകും, അവർ ഒബേ ചെയ്യും. പലതും നമ്മൾ പറയുന്നത് ജോയ്ഫുള്ളി ആയിരിക്കും ഒബേ ചെയ്യുന്നത്. അതാണ് ആ ഒരു വ്യത്യാസം. നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതും അവര് നാച്ചുറലി ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. അതാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്, എല്ലാം നാച്ചുറൽ ആയിട്ട് വരണം. ഡെവലപ്മെന്റ് അതൊരു നാച്ചുറൽ പ്രോസസ് ആണ്, അത് നാച്ചുറൽ ആയിട്ട് തന്നെ വരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അങ്ങനെ കുട്ടികൾക്ക് ഒരു 3 years വരെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അൺകോൺഷ്യസ് മൈൻഡ് ആണ് 3 വയസ്സ് വരെ. ബട്ട് വാട്ട് എവർ ഹാപ്പൻസ് അതൊരു ഇംപ്രഷൻ ആയിട്ട് അവരിൽ കിടക്കും. ബട്ട് when they start learning, when they start identifying everything from the surroundings, അവരുടെ സെൻസസ് ഭയങ്കര ഷാർപ്പായിരിക്കും. യൂസിങ് ഓൾ ദ സെൻസസ്, അവരെല്ലാ സെൻസസും യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തത്. എന്ത് കിട്ടിയാലും വായിൽ വെക്കും കുഞ്ഞു പ്രായത്തിലല്ലേ. അവര് കടിച്ചു നോക്കും, കാരണം ദേ ഫീൽ ലൈക്ക് അതെന്തോ ടേസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ്. അപ്പൊ എപ്പോഴും അത് കടിച്ചു നോക്കും. അപ്പൊ കടിച്ചിട്ടൊന്നും മനസ്സിലാവാതെ വരുമ്പോൾ നിലത്ത് കുത്തി നോക്കും, എറിഞ്ഞു നോക്കും, അങ്ങനെയൊക്കെയാണ്. തല്ലി നോക്കും. അപ്പൊ ദാറ്റ് മീൻസ് അവരവരുടെ സെൻസസ് യൂസ് ചെയ്യുന്നതാണത്. കുട്ടിയുടെ ആ ഒരു രീതികളും അഡൽട്സിന്റെ ഈ രീതികളും വ്യത്യാസമാണ്. ഈവൻ സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റമാറ്റിക് ഓർഡർ ആയിരിക്കില്ല അവരുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡർ. നമ്മൾ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലെ, ബീച്ചിൽ വെച്ചൊരു അമ്മയും കുട്ടിയും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്ട്സും അവൻ വാശി പിടിച്ചു അത് എന്തിനാന്ന് മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായതും അവരിടപെട്ടതും അതോടുകൂടി കുട്ടി കരച്ചിൽ നിർത്തിയതും ഒക്കെ നമുക്ക് ക്ലിയർ ആയിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ സെൻസസ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നു പറഞ്ഞു, എന്തിനോടെല്ലാം സെൻസിറ്റിവിറ്റി കാണിക്കുന്ന പറഞ്ഞു. പിന്നെ ആ സെൻസിറ്റിവിറ്റി നല്ലൊരു എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ആ സെൻസിറ്റിവിറ്റിക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെല്ലാം പറഞ്ഞു, അതെല്ലാം പറഞ്ഞു. അബ്സോർബൻ മൈൻഡ് പറഞ്ഞു അല്ലെ. ഈ അബ്സോർബൻ മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും 0 to 6 years നടക്കുന്നതാണ് അബ്സോർബൻ മൈൻഡ് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ എല്ലാരും പറ്റിക്കുന്ന ഒരു പ്രായം അല്ലെ. അത് വാങ്ങിച്ചു തരാം, ഇത് വാങ്ങിച്ചു തരാം, അമ്പിളിമാമനെ പിടിച്ചു തരാം, അമ്പിളിമാമന്റെ അടുത്തേക്ക് പോകാം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയും. എല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പ്രായം. ബട്ട് ആഫ്റ്റർ 6 years ഈ അബ്സോർബൻ മൈൻഡ് അങ്ങനെ വാനിഷ് ആവും. അതിന് പകരം വേറെ ചില ക്യാരക്ടറിസ്റ്റിക്സ് വരും. ഈ അബ്സോർബൻ മൈൻഡ് മാറിയിട്ട് കുട്ടിക്ക് വാട്ട് ഇസ് റിയൽ, എന്താ വിളിക്കുക വീണ്ടും. ടീച്ചർ മ്യൂട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് പ്രോബ്ലം ആണോ? ടീച്ചർക്ക് ഫോൺ വന്നതുകൊണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ കൊറിയർ വീണ്ടും വിളിച്ചു, അതാണ്. ഇറ്റ്സ് ഓക്കെ ടീച്ചർ, ഞാനത് കേട്ടില്ല കേട്ടോ. ഓക്കെ.
സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അയാൾക്ക് ഇത്രയും വഴി പറഞ്ഞു. ശരിയായോ മിസ്? ശരിയായി ശരിയായോ? ശരിയായി. ഞാൻ പറഞ്ഞു വെക്കാന്ന് പറഞ്ഞു. അയാൾ വെക്കില്ല ഞാൻ വീട്ടിലൊന്നും വരട്ടെ. ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചിന്റെ കയ്യിൽ OTP ഒക്കെ കൊടുത്തിട്ടുണ്ട്, വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഓഫ്, വീടിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ടാ ചോദിക്കണത്. ഇന്നലെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി മിസ്സേ. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഓരോരുത്തരായിട്ട് വിളിക്കലും എന്താ പറയാ, അതുപോലെ വീട്ടിലേക്ക് വരല് കാണുമ്പോഴേ അതിന്റെ ഇടയിൽ ക്ലാസ് ഇങ്ങനെ ഇതായി ഇരിക്കല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോട്ടേന്ന് വെക്കാം. ഇത് കമ്മിറ്റ്മെന്റ് അല്ലേ, നമ്മള് എന്താ പറയാ വിളിച്ചോണ്ടി എടുക്കുന്ന ക്ലാസ് അല്ലേ, അതല്ലേ ബുദ്ധിമുട്ട്. ഓക്കെ, എനിവേ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് വൺസ് അഗൈൻ. ഇറ്റ്സ് ഓക്കെ ടീച്ചർ, നോ പ്രോബ്ലം. ഇപ്പൊ ടീച്ചർ ആയതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. ഇപ്പൊ നമ്മുടെ ക്ലാസ് ഇതുപോലെ എത്ര ആൾക്കാർ പോകുന്നുണ്ട് നമ്മൾക്ക് അറിയില്ലല്ലോ. ടീച്ചർ ആയതുകൊണ്ടല്ലേ അറിയാൻ പറ്റുന്നത്. അതാ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങൾക്കും വേറൊരു ബാച്ചിനും മാത്രമേ 2 ക്ലാസ് ഉള്ളൂ. ബാക്കി എല്ലാ ബാച്ചുകൾക്കും ഒരു ക്ലാസ് ആണ്, MT8. അവരിങ്ങനെ നോക്കിയിരിക്കുന്നു ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രിപ്പറേഷൻ ആയത് കാരണം അടുത്ത ബാച്ചിന്റെ ആയപ്പോഴേക്കും ഞാൻ കഴിഞ്ഞ ആഴ്ച അവരുടെ ക്ലാസ് വേറെ ആരോ എടുത്തത്. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ MT6നും അതുപോലെ തന്നെ അവരുടെ 2 പേരുടെ ക്ലാസ് ഞാനല്ല എടുത്തത്. അപ്പൊ ക്ലാസ്സിലേക്ക് ചെന്നപ്പോഴേക്കും അവര് ചോദിച്ചു, കുറേ കാലമായി കണ്ടതുപോലെയെന്ന് അവരിങ്ങനെ പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ കാണാറേ ഇല്ലല്ലോ, വീഡിയോ ഓൺ ചെയ്യാറില്ലല്ലോ. അപ്പൊ അത് പറഞ്ഞപ്പോ അവര് ചിരിക്കായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നു. കാരണം ഓൺലൈൻ നമ്മൾ ക്ലാസ് എടുക്കുന്നതും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും നല്ലൊരു ഡിഫറൻസ്. ഞാനൊരു ഏപ്രിൽ ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്. കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോഴ്സിനും ബെനിഫിഷ്യൽ ആണ്, അത് മോണ്ടിസോറിക്കും ബെനിഫിഷ്യൽ ആണ്. കോഴ്സ് ഇതാണ്, ചൈൽഡ് സൈക്കോമെട്രിക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. കുട്ടികളിൽ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ചില ചെറിയ രീതിയിലുള്ള ഓട്ടിസം, അങ്ങനെ ചില ഓരോ ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. 1 മാസത്തെ കോഴ്സാണ്, ഓൺലൈൻ ക്ലാസ്. അത് ഒരു രാത്രി 8 മണി തുടങ്ങിയിട്ട് 9:30 വരെയാണ് ക്ലാസ്സിന്റെ ടൈം. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക, അത് ഞാൻ അറ്റൻഡ് ചെയ്യുക. ക്ലാസ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമ്മളിങ്ങനെ പറയും, നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇത് അറ്റൻഡ് ചെയ്യല്ലേ, ഞാനിങ്ങനെ ഉറങ്ങിപ്പോകുന്നൊക്കെ എന്റെ ഒരു സംശയം. അപ്പൊ കൂടുതലും ഒരു റെസ്പോൺസിബിലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള കോഴ്സസ് ഓരോരുത്തരായിട്ട്, അതായത് നമ്മുടെ മോണ്ടിസോറി മെത്തേഡില്ലേ, റെസിപ്രോക്കൽ ഹെൽപ്പ്, ഒരാള് ഒരു ഹെൽപ്പ് ചെയ്യുമ്പോഴേക്കും അയാൾക്ക് തിരിച്ച് മറ്റേയാള് പിന്നീട് എപ്പോഴെങ്കിലും ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതി. അതുപോലെ എന്താ ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഓരോരുത്തരും ഓരോ കോഴ്സ് അറ്റൻഡ് ചെയ്യും. ഞാനിപ്പോ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു, എന്നൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തു വിചാരിക്കാം, എന്റെ ഫ്രണ്ട് B എന്നുള്ള കോഴ്സ് അറ്റൻഡ് ചെയ്തു വിചാരിക്കാം. ഞങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ പഠിച്ചത് അവരെല്ലാരെയും പഠിപ്പിക്കും, അവര് പഠിച്ചത് നമ്മളെല്ലാരെയും പഠിപ്പിക്കും. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ഏപ്രിൽ 30 ദിവസത്തെ, ഏപ്രിൽ 1 തുടങ്ങിയിട്ട് ഒരു 1 മന്ത് കോഴ്സ് 1.5 മണിക്കൂർ വെച്ച്. അപ്പൊ അങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഐ ക്യാൻ ഓൾസോ ഹെൽപ്പ് യു. ആ പഠിക്കുന്നതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം, ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം കുട്ടികളുടെ പല കാര്യങ്ങളല്ലേ നമ്മൾ ചെല്ലുന്നതും കൊച്ചു കുട്ടികളുടെ അടുത്തേക്കല്ലേ. സോ അപ്പൊ എനിക്കും അത് വളരാൻ പറ്റും. നമ്മൾ അറിയുന്നത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ശരിക്കും റെസിപ്രോക്കൽ ഹെൽപ്പാണ് ഏറ്റവും നല്ലത്. മ്യൂച്വൽ ഹെൽപ്പ്, ദാറ്റ്സ് ഓക്കെ. അപ്പൊ മോണ്ടിസോറി മെത്തേഡിൽ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ്. യെസ് റീന. ദാറ്റ്സ് വെരി ഗുഡ് ഇനിഷ്യേറ്റീവ് മാം. എല്ലാരും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആൻഡ് ഡിസ്കസിങ് ഓൾ അബൌട്ട് ദിസ്. ഇറ്റ്സ് വെരി ഗുഡ്. അപ്പൊ ആ ഒരു രീതിയില് മോണ്ടിസോറി മെത്തേഡിൽ ഒരു മെയിൻ ഇതാണ് റെസിപ്രോക്കൽ ഹെൽപ്പ്. നമ്മൾ പറയും, നമ്മള് തിരിച്ചൊന്നും പ്രതീക്ഷിക്കണ്ട, ബട്ട് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു, തിരിച്ച് നമുക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ എപ്പോഴെങ്കിലും ആ ഒരു ഹെൽപ്പ് തിരിച്ച് വേറെ രീതിയിൽ ഹെൽപ്പ് തിരിച്ചു കിട്ടുന്നു. അപ്പൊ അത് നമ്മൾ ഈ ഒരു കോഴ്സിന്റെ രൂപത്തിലാവുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് വളരും. ഒരാൾ പഠിച്ചത് വേറൊരാളെ പഠിപ്പിക്കുന്നു, അവര് പഠിച്ചത് തിരിച്ചു പഠിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്, മെന്റൽ ഹെൽത്ത്. ഗുഡ് ഐഡിയ. അപ്പൊ ഞാൻ പഠിക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ചു കേട്ടോ. അപ്പൊ ആ ഒരു ചെറിയ ഒരു വ്യത്യാസം. PG ക്ലാസ് നൈറ്റ് ആയിരുന്നല്ലോ, അതൊക്കെ ചിലപ്പോ പകലിലേക്ക് മാറ്റും. ആകെ എനിക്ക് 4 ദിവസത്തെ ക്ലാസ് ആഴ്ചയില്, മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. വെനസ്ഡേ മാത്രം അവധിയാണ്. അപ്പൊ വെനസ്ഡേ മാത്രം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ബെനിഫിഷ്യൽ ആണല്ലോ, കുട്ടികളുടെ പല കാര്യങ്ങളാണ്. അപ്പൊ എനിക്കത് നമ്മുടെ ക്ലാസ്സിൽ കുറെ പറഞ്ഞു തരാനായിട്ട് പറ്റും. ഈ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് എല്ലാരും ചിന്തിക്കും. ഈ ഒരു PDF നിന്ന് മാത്രം നമ്മൾ ചിന്തിക്കില്ല.
നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് പല കാര്യങ്ങൾ ചിന്തിക്കും. ഓക്കെ, കമ്മിങ് ബാക്ക് ടു അവർ അബ്സോർബൻ മൈൻഡ്. മോണ്ടിസോറി പറഞ്ഞത് കുട്ടിയുടെ മൈൻഡ് അതൊരു ഹൈലി അബ്സോർബിങ് ആണെന്ന്. അത് 6 years വരെയാണ്. ആ 6 yearsലെ തന്നെ 3 years വരെ കുട്ടി സംഭവിച്ചതൊന്നും കുട്ടിക്ക് അങ്ങനെ ഓർമ്മയുണ്ടാവണമെന്നില്ല. ബട്ട് ആഫ്റ്റർ 3 to 6 years നമുക്ക് ഓർമ്മയുണ്ടാവില്ലേ? ചെറുപ്പത്തിൽ ആ ഒരു ടൈമിൽ നമ്മുടെ നമ്മള് പ്രീ സ്കൂളിലും നഴ്സറി അങ്ങനെയുള്ള അടുത്തൊക്കെ പോയ കാര്യങ്ങളൊക്കെ എനിക്ക് അതൊക്കെ കുറെ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ഇങ്ങനെ എന്നെയും എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ അവളുടെ അച്ഛൻ സൈക്കിളിലെ ഫ്രണ്ടിലും ബാക്കിലും ഇരുത്തി അങ്ങനെയാണ് കൊണ്ടുപോകാറ്. ഞങ്ങൾ നഴ്സറി പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. പിന്നെ കമ്മല് കാണാതെ പോയതും ഞാനും എന്റെ മുത്തശ്ശനുമായിട്ട് കമ്മല് അന്വേഷിച്ച്, മുട്ടിന്റെ കമ്മൽ അന്ന് ഇടിക്കുമല്ലോ, കുഞ്ഞു കാതല്ലേ, അപ്പൊ അങ്ങനെ അത് പോയതും അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ ഊഞ്ഞാല് കിട്ടിയതും ബ്രദർ എന്നെ ഒരു സാധനം വെച്ച് ഈ അടുപ്പ പൂതുന്ന കുഴലില്ലേ അത് വെച്ചിട്ട് ഇവിടെ അടിച്ചതും എന്റെ പാടിപ്പോഴും കിട്ടും. ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ ഒരു നല്ലൊരു മെമ്മറി ആയിട്ട് അത് കിടക്കുന്നത്. അതൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. വെക്കേഷനിലെ കാര്യങ്ങൾ കുറെ കൂടെ ഓർമ്മ വരും. അങ്ങനെ അതൊക്കെ ഒരു 3 years ശേഷമുള്ളതൊക്കെ ഓർമ്മയുള്ളൂ. ആർക്കെങ്കിലും 3 വയസ്സ് വരെയുള്ളത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അത് അൺകോൺഷ്യസ് എന്നാ പറയുന്നത്. ആ സമയത്ത് ഓർമ്മയില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡ് ഒരു റയർ സ്പീഷീസ് ആട്ടോ. ആൾക്ക് 2.25 വയസ്സിൽ ഗൾഫിൽ അച്ഛൻ്റെ അടുത്ത് പോയി ഒലീവ് കഴിച്ചതൊക്കെ ഓർമ്മയുണ്ടെന്ന് ഓർമ്മ. അതൊക്കെ ഇടയ്ക്ക് എന്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ. നമുക്കതൊന്നും ഓർമ്മയില്ല. നമുക്ക് സാധാരണ സ്പീഷീസ്. ഓക്കെ, അവരൊക്കെ റയർ. അപ്പൊ അൺകോൺഷ്യസ് മൈൻഡ് ആണെന്നാണ് പറയുന്നത് 0 to 3 years. ബട്ട് അൺകോൺഷ്യസ് മൈൻഡ് ആണെങ്കിലും ആ സമയത്ത് സംഭവിക്കുന്നത് ഒരു ഇംപ്രഷൻ ആയിട്ട് മനസ്സിലുണ്ടാവും, കിടക്കുന്നുണ്ട്. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ട്. അതിന്റെ ഒരു ട്രോമകളും ഒക്കെ ചിലപ്പോൾ കാണും. കണ്ടിട്ടില്ലേ കുഞ്ഞു കുട്ടികളെ ഒരു ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് കിടന്നുറങ്ങുമ്പോൾ ഉറക്കത്തിൽ ഇങ്ങനെ വിതുമ്പുന്ന കാണാം, ഞെട്ടുന്ന കാണാം. ഓക്കെ, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് സംഭവിച്ചതിന്റെ ഒരു ചെറിയൊരു റിഫ്ലക്ഷൻസ് ആണ്. അവർ ആ ഉറക്കത്തിലും ആ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ പകലത്ത് ആ ഭയങ്കര കരച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും. നമ്മൾ പറയില്ലേ കുഞ്ഞുങ്ങളെ നമ്മള് പാരന്റ്സ് എപ്പോഴെങ്കിലൊക്കെ ഒന്നും അടിച്ചിട്ടുണ്ടാവും, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അടി കൊണ്ട് ചിലപ്പോ കരഞ്ഞ് നിങ്ങൾ പോയി കിടന്നുറങ്ങും. ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇച്ചിരി കൂടെ പ്രായമായ 4-5 years ആ ഒരു ടൈമില് ശരിക്കും പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉറക്കത്തിൽ നിന്ന് അതുങ്ങളെ എണീപ്പിക്കണം. അത് ഒരു തല്ല് കൊടുത്തിട്ടാണെങ്കിൽ സാരില്ല, അവരെ എണീപ്പിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് ഹഗ് ചെയ്ത് ഒരു കിസ്സൊക്കെ കൊടുത്തിട്ട് ആ ഒരു ടെൻഷൻ അവരുടെ അങ്ങോട്ട് അവരെ റിലാക്സ് ചെയ്യിച്ചിട്ട് വേണം അവരെ ഉറക്കാൻ എന്നാ പറയുന്നത്. അല്ലെങ്കിൽ അവർ സൗണ്ട് സ്ലീപ്പിലേക്ക് പോവില്ല. ഇതിങ്ങനെ അവർക്ക് വരും. അവർ ഉറക്കത്തില് ഇങ്ങനെ തേങ്ങുന്നത് കാണാം, ഞെട്ടുന്നത് കാണാം. അങ്ങനെ ഒരിക്കലും കുട്ടിയെ ഉറക്കരുത് എന്നാ പറയുന്നത്. ആ ഒരു ടെൻഷനിലൂടെ സന്തോഷത്തോടു കൂടി ഉറക്കാൻ വേണ്ട. അത് കുട്ടീന്നല്ല, ആരെയായാലും. അപ്പൊ അത് ചെയ്യണം. നമ്മൾ അങ്ങനെ കുട്ടി ഉറങ്ങാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് നമ്മൾ അവനെ കുറച്ചൊന്ന് സ്നേഹിച്ച് അങ്ങനെ കിടത്തണം എന്നാ പറയാ. അവനും അവളോ ഇറ്റ് ഈസ്. ദെൻ 3 years കഴിയുമ്പോഴേക്കും കോൺഷ്യസ് മൈൻഡ് ആവുന്നു. 3 to 6 years. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കുട്ടിയുടെ സെൻസിറ്റീവ് പീരീഡും നമ്മൾ പറഞ്ഞു. അബ്സോർബൻ മൈൻഡ് ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അൺകോൺഷ്യസ് ആൻഡ് കോൺഷ്യസ് മൈൻഡ് 3 to 6 years വരെ. അപ്പൊ ഇത് അൺകോൺഷ്യസ് മൈൻഡ് നമ്മൾ പറഞ്ഞോ? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, നെക്സ്റ്റ് അൺകോൺഷ്യസ് മൈൻഡ് 0 to 3 years ആണ്. അത് മുഴുവനായിട്ട് ആർക്കെങ്കിലും വായിക്കാം? Anyone ready to read? ഭയങ്കര വലിയ പാരഗ്രാഫ് ഒന്നുമല്ല, ഇത്രയും കുറച്ച് കാര്യങ്ങൾ അതങ്ങ് കണക്ട് ചെയ്ത് പറയാമെന്ന് വിചാരിച്ചിട്ടാ ഒരുമിച്ച് വായിക്കാൻ പറഞ്ഞു. Unconscious mind, 0 to 3 years. When the child is 0 to 3 years old, the child has an unconscious mind. His mind is not formed yet. He learns differently from adults. The adult has knowledge of his environment on which to frame, whereas the child has to start from nothing. It is the absorbent mind that allows him to absorb impressions from the environment unconsciously. He absorbs everything unconsciously, and these facts are saved as impressions in his mind. Through this process, the child assimilated the knowledge impressions into his psychic life. It is important to understand that impressions do not merely enter his mind, they form it, and they incarnate themselves in him. The knowledge a child absorbs unconsciously prepares the child's mind, and in time
it will be used by his cognizant mind. The tiny child's absorbent mind finds all its nutrients in its surroundings, especially at the beginning of life. We must therefore make the environment as interesting and attractive as we can by absorbing what he finds in the world as a whole, then analyzing it. The child creates his own mental muscles using what he finds in the world about him. The unconscious mind is complete by a conscious process which slowly awakens and takes from unconscious what it can offer. The child constructs his mind in this way. Slowly he establishes memory, the power to understand, and capacity to reason. By the age of 3, the unconscious preparation necessary for later development and activity is established. The child now embarks on a new mission, the development of his mental function. Before 3, the functions are being created. After 3, they develop. സോ അബ്സോർബന്റ് മൈൻഡിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. 0 to 3 ഇയേഴ്സിലെ അൺകോൺഷ്യസ് മൈൻഡ് ആണ് നമ്മൾ പറയുന്നത്. ആ ഒരു സമയത്ത് അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും, കാരണം അങ്ങനെ ഓർമ്മയൊന്നും ഉണ്ടാവില്ല ആ ഒരു ഏജിൽ സംഭവിച്ച കാര്യങ്ങൾ, ബട്ട് അതൊരു ഇംപ്രഷൻസ് ആയിട്ട് അപ്പോഴും ആ മൈൻഡ് സ്പിരിച്വൽ എംബ്രിയോ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഭ്രൂണാവസ്ഥ, അതിൽ നിന്നും കൂടുതലായിട്ട് ഫോം ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അത് ആ കുട്ടി പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ഡിഫറെന്റ്ലി ഫ്രം അഡൾട്ട്സ് നോ മെനി തിങ്സ് അല്ലെ, ബട്ട് കുട്ടിക്ക് അങ്ങനെയല്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അതിൽ ജീവനുണ്ടോ ജീവൻ ഇല്ലെന്ന് പോലും മനസ്സിലാക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റി കുട്ടിക്കായിട്ടില്ല. അഡൾട്ടിന്റെ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയ രീതിയിലാണ്, പക്ഷെ കുട്ടിക്ക് എല്ലാം പുതിയതാണ്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അബ്സോർബന്റ് മൈൻഡ് ചുറ്റും കാണുന്നതെല്ലാം കുട്ടി അങ്ങ് അബ്സോർബ് ചെയ്യും. ആ ഇംപ്രഷൻസ് എല്ലാം വരും. അൺകോൺഷ്യസ്ലി ആണ് സംഭവിക്കുന്നത്. അബ്സോർബ്സ് എവറിത്തിങ് അൺകോൺഷ്യസ്ലി. ഇത് ഒരു ഇംപ്രഷൻസ് ആയിട്ട് അവന്റെ മൈൻഡിൽ ഇതെല്ലാം ഒരു ഇംപ്രഷൻസ് ആയിട്ട് കിടക്കും. ഒരു പൂച്ചയെ കാണുന്നത്, പൂച്ച ഒച്ച വെക്കുന്നത്, അങ്ങനെ എല്ലാം ഇങ്ങനെ എല്ലാം മൈൻഡിലേക്ക് അങ്ങ് രജിസ്റ്റർ ആകും കുട്ടികളുടെ. ഈവൻ വീട്ടിൽ ആരെങ്കിലും ഷൗട്ട് ചെയ്യുന്നത് അതൊക്കെ ചിലപ്പോൾ പേടിയോടെ നോക്കും. ഇടിമിന്നൽ കാണുന്നത്, ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇംപ്രഷൻസ് ആയിട്ട് കിടക്കും. കുഞ്ഞു ബേബീസ് ആവുമ്പോൾ വീട്ടിലിങ്ങനെ ശബ്ദമൊന്നും അധികം കേൾക്കാതെ, ആ സമയത്തായിരിക്കും കിച്ചണിൽ എപ്പോഴും പാത്രം താഴെ വീഴുന്നത് കുട്ടികളുടെ. അപ്പൊ അധികം ശബ്ദമൊന്നും കേൾപ്പിക്കാതെ ഭയങ്കര അവരെ ഒരു കാമായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ അവരെങ്ങനെ അവരെ നർച്ചർ ചെയ്തുകൊണ്ടിരിക്കൂലേ. കുറച്ചുകൂടെ അവർ വലുതാവുമ്പോഴാണ് അവരൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പുറത്തേക്കൊക്കെ പോകാനൊക്കെ തുടങ്ങുമ്പോഴാണ് ഈ പറയുന്ന ശബ്ദങ്ങൾ. ആദ്യമൊക്കെ ഇവർക്ക് ഈ ഉത്സവങ്ങൾക്കും പെരുന്നാളിനൊക്കെ പോകുമ്പോൾ ഈ പടക്കമൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും. പക്ഷെ പിന്നെ അവർ കുറച്ച് ഏജ് ആകുമ്പോൾ അവരത് എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം അവരങ്ങനെ അവരുടെ മൈൻഡ് അതിന് പാകപ്പെട്ട് വരുവാണ്. സോ മിക്ക കുട്ടികൾക്കും പിന്നെ കുക്കറിന്റെ വിസിലടിക്കുമ്പോ ഭയങ്കര പേടിയാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോ കിച്ചണിലേക്ക് പോകുമ്പോഴെങ്ങാനും അത് വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കരച്ചിലായിരിക്കും. പിന്നെ ചില കുട്ടികൾക്ക് ഇതുപോലെ പെറ്റ്സ് ഇവിടെ എന്റെ മോൻ ഇതുപോലെ അടുക്കളയിലുണ്ടാവും മിക്കതും. ആളെപ്പോഴും അതെ, ഞാൻ വിസിൽ വരുമ്പോ എന്നെ പിടിച്ചു നിൽക്കും പിന്നിൽ, എന്റെ ഡ്രസ്സും പിടിച്ചിങ്ങനെ. അതൊന്നും അതിനോടൊന്നും കൂടുതൽ ഒരു സെൻസിറ്റീവ് ആവാനോ അതെന്താണ് ശബ്ദം അങ്ങനെ മനസ്സിലാക്കാനുള്ളതൊന്നും അവർക്ക് ആയിട്ടില്ലല്ലോ. അവർക്ക് അതൊക്കെ ഒരു പേടിയാ. അപ്പൊ എവിടെയെങ്കിലും ദൂരെ നിന്ന് ആ ശബ്ദം കേൾക്കുമ്പോഴും അവർക്ക് ആ ഒരു ഞെട്ടലുണ്ടാവും. ഇത് ശരിക്കും ഇതിന്റെ സൈക്കിക് ഡെവലപ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ. കാരണം ഓരോന്നും ഇംപ്രഷൻസ് ആയിട്ട് വരുന്നു, അതിങ്ങനെ മനസ്സിലാക്കി കുട്ടി ഉള്ളിലേക്ക് എടുക്കുവാണ്. അങ്ങനെ നർച്ചർ ചെയ്ത് വരും. അപ്പൊ പിന്നെ വൺസ് ഇപ്പൊ കുക്കറിന്റെ ശബ്ദം തന്നെ പറയുകയാണെങ്കിൽ വൺസ് അത് കേട്ടു, പിന്നെ ഡെയിലി അത് കേൾക്കുമ്പോൾ അതുമായിട്ട് യൂസ്ഡായി കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ ഭയങ്കര പേടിയൊന്നും ആ ഒരു ഇതിലേക്ക് വരും. ഈ അൺകോൺഷ്യസ്ലി ഇങ്ങനെ കിട്ടുന്ന ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് കിട്ടുന്ന അൺകോൺഷ്യസ്ലി കിട്ടുന്ന ഇൻഫർമേഷൻസ്, ആ നോളജ് ആണ് കുട്ടിയുടെ മൈൻഡിനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ വീണ്ടും അത് ആ എംബ്രിയോ സ്റ്റേജിൽ തന്നെ പോകില്ലേ. ആ ഒരു മൈൻഡ്, ആ ഒരു സൈക്കിക് ഡെവലപ്മെന്റ് പോസിബിൾ ആകുന്നത് ഇങ്ങനെ ഓരോന്നും
മനസ്സിലാക്കിയാണ്. ഈ സറൗണ്ടിങ്സിൽ നിന്നാണ് ഈ മൈൻഡിന് വേണ്ടത് ന്യൂട്രിയൻസ്. നമുക്കറിയാം ന്യൂട്രിയൻസ് നമുക്ക് 2 രീതിയിൽ ആവശ്യമാണ്, ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തിനും. ഫിസിക്കൽ ഹെൽത്തിനുള്ള ന്യൂട്രിയൻസ് അതിനനുസരിച്ചുള്ള ബാലൻസ്ഡ് ഫുഡ്, ബാലൻസ്ഡ് ഡയറ്റ്, അല്ലെങ്കിൽ എന്താണോ വേണ്ടത്, എനർജി ഫുഡാണോ, പ്രൊട്ടക്റ്റീവ് ഫുഡാണോ, ബോഡി ബിൽഡേഴ്സ് ആണോ വേണ്ടത്, അവർക്ക് അതിനനുസരിച്ചുള്ള ഫുഡ്. അങ്ങനെ നമുക്കറിയാം ഫുഡിന്റെ രീതികൾ എങ്ങനെയാണെന്നും ഏത് ഫുഡ് എപ്പോൾ കഴിക്കണം, അസുഖം വന്നിരിക്കുമ്പോൾ എങ്ങനത്തെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നതും വൈറ്റമിൻ സി ഉള്ളതും കഴിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫുഡിനെ കുറിച്ച് നമുക്കറിയാം. ബട്ട് ഒരു മെന്റൽ ഹെൽത്ത്, ഒരാളുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് എന്തെല്ലാം ന്യൂട്രിയൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം? മെന്റൽ ഹെൽത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എന്താ? സ്നേഹം, ലവ്, കെയർ, അഫെക്ഷൻ, കമ്പാഷനേറ്റ്, സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട്, അല്ലെ? അങ്ങനെ കുറെ റെസ്പെക്ട്, എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. അതാണ് മെന്റൽ ഹെൽത്തിന് പറ്റിയ ന്യൂട്രിയൻസ്. ആങ്കർ, ഷൗട്ടിങ്, അതൊക്കെ നെഗറ്റീവ് ന്യൂട്രിയൻസ് ആണ്, നെഗറ്റീവ് ഫാക്ടേഴ്സ് ആണ്, നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് ഫീലിങ്സ് ആണ്. ആ നെഗറ്റീവ് ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് വരുമ്പോൾ മെന്റൽ ഹെൽത്ത് മാൽ ന്യൂട്രീഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. നല്ല ഒരു ന്യൂട്രിയൻസ് അല്ല കിട്ടുന്നത്, മെന്റൽ ഹെൽത്ത് മോശമാവും. ശരിയല്ലേ? നമുക്ക് ചിന്തിച്ചറിയാം. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ആ ഒരു മെന്റൽ ഹെൽത്തിനുള്ള ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുക. ഭയങ്കര കാം, റിലാക്സ്ഡ് ഫീലിംഗ്, ഭയങ്കര ലവിങ്, നമ്മളെ ഒരാൾ സ്നേഹിക്കപ്പെടുന്നു, ലവിങ്, നമ്മളൊരാൾ കെയർ ചെയ്യുന്നു, നമ്മളൊരാൾ സപ്പോർട്ട് ചെയ്യുന്നു. സോ ദാറ്റ് മീൻസ് നമ്മുടെ മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ പോകുന്നു. അതേസമയം നമുക്ക് ഷൗട്ടിങ്, ആങ്കർ, ഡിസ്ട്രസ്, ഡിസ്പെയർ, എപ്പോഴും സങ്കടം, ദുഃഖം, ദേഷ്യം, അങ്ങനെയൊക്കെ വരുമ്പോൾ മെന്റൽ ഹെൽത്തിന് കിട്ടുന്നത് മാൽ ന്യൂട്രീഷൻ ആണ്. നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡൗൺ ആവും. അപ്പൊ കുട്ടിക്ക് ആ ഒരു ന്യൂട്രിയൻസ് കിട്ടണം, അല്ലെ? കുട്ടിക്ക് ന്യൂട്രിയൻസ് കിട്ടാതിരുന്നപ്പോ എന്ത് പറ്റും? മെന്റൽ ഹെൽത്തിന്, കുട്ടിയുടെ മൈൻഡ് ഡെവലപ്പ് ആകാനുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. കുട്ടിക്ക് എപ്പോഴും ഷൗട്ടിങ്, കുട്ടിക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കാതിരുന്നാലും അതൊരു പ്രശ്നം, ആ ഒരു കെയറിങ് കിട്ടുന്നില്ല. നമ്മൾ അറിയാം, കുഞ്ഞിന് ആദ്യമേ തന്നെ, കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ആണ്. ആ ഒരു അമ്മയുടെ പാൽ ഇങ്ങനെ കിട്ടും. അപ്പൊ അമ്മയും കുഞ്ഞും തമ്മിലൊരു ബോണ്ടിങ് അവിടെ ഉണ്ടാകും. കുഞ്ഞ് ആദ്യം തിരിച്ചറിയുന്ന അമ്മയായിരിക്കും. അമ്മയുടെ ആ ഒരു സ്മെല്ല് നല്ലപോലെ തിരിച്ചറിയും, ടച്ച് നന്നായിട്ട് തിരിച്ചറിയും. ഓക്കെ, അപ്പൊ അത് എന്ന് പറഞ്ഞ കുട്ടിയും അമ്മയും തമ്മിലൊരു ബോണ്ട് എന്നുള്ളതിനേക്കാൾ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യുക. ഈ ട്രസ്റ്റ് അത് ബ്രസ്റ്റ് ഫീഡിങ് 2.5 years അല്ലെങ്കിൽ 3 years സ്റ്റോപ്പ് ആവുന്നു. കുട്ടി മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങുന്നു. ബട്ട് ഈ ട്രസ്റ്റ് അതുപോലെ തന്നെ പോകണമെങ്കിൽ പിന്നീട് അമ്മ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്താ? മെന്റൽ ന്യൂട്രിയൻസ് ആണ്. ഭക്ഷണം ശ്രദ്ധിക്കണം, ബട്ട് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ബോണ്ടിങ് അത് വരണമെങ്കിൽ അവിടെ മെന്റൽ ഹെൽത്തിന് പറ്റുന്ന ന്യൂട്രിയൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യണം. വാർമ്, കെയർ, അഫെക്ഷൻ, കമ്പാഷനേറ്റ്, ലവിങ്, സപ്പോർട്ട്. അങ്ങനെ വരുമ്പോ കുട്ടികള് അവര് ആ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിലായിരിക്കും ജീവിച്ചു പോകുന്നത്. അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരാളുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ, ലവ് ചെയ്യാൻ. എല്ലാ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുഞ്ഞ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അവന്റെ ആ ഒരു ലൈഫ് ലേണിംഗ് പ്രോസസ്സും എല്ലാം നന്നായിട്ട്. അവനൊരു കാര്യത്തിന് പുറത്തൊരാളെ ആശ്രയിക്കാൻ പോകില്ല. എന്ത് പ്രശ്നം വന്നാലും അവന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവർ അവന്റെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അവൻ എന്തിനാ പുറത്തൊരാളുടെ അടുത്ത്? ആ പോകുന്നത് ചിലപ്പോൾ റോങ് ആയിട്ടുള്ള ആളാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താൽക്കാലിക ആശ്വാസം കിട്ടുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തു പോകും. സോ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. ആ ഒരു കെയർ, അമ്മ എന്ന് തന്നെ പറയുന്നില്ല, ജനറലി കെയർ ഗീവർ എന്ന് പറയുക. കാരണം എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ അമ്മയുടെ കെയർ കിട്ടിയെന്ന് വരില്ല. ആ ഒരു കെയർ ഗീവറുമായിട്ടൊരു ട്രസ്റ്റ് ഇനീഷ്യലി ഫോം ചെയ്ത് അതിങ്ങനെ ലൈഫ് ലോങ് അത് ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസിലും ആ ഒരു കെയർ ഇത് മാറി മാറി വരുമായിരിക്കും. ബട്ട് എന്നാലും അത് നിലനിൽക്കുവാണെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇപ്പോഴത്തെ ഒരു തലമുറയുടെ പ്രശ്നങ്ങളൊന്നും വരില്ല. അതാണ് കെയർ ഗീവറെ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അത് കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ പറയുന്നതാണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്. എറിക്സന്റെ ആണ് കുട്ടിയുടെ ഓർമ്മ. അപ്പൊ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജില് ആ ഒരു കുട്ടിയുടെ ഇനീഷ്യൽ നീഡ്സ്, കുഞ്ഞായിരിക്കുമ്പോൾ സമയത്ത് ഭക്ഷണം കിട്ടുക, അവന്റെ കാര്യങ്ങൾ നോക്കുക,
അതിന്റെ കെയർ ഗീവർ ആണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവർ തമ്മിലൊരു ട്രസ്റ്റ് ഫോം ചെയ്യുന്നു. അതേസമയം സമയത്ത് ഇതൊന്നും കിട്ടാതിരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അവിടെ മിസ്ട്രസ്റ്റ് ആവും, കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസ് കുറയും, ആ ഒരു മെന്റൽ ഹെൽത്ത് ഒന്നും നേരെയാവും. സോ ഈ ന്യൂട്രിയൻസ് എല്ലാം സറൗണ്ടിങ്സിൽ നിന്നാണ് കിട്ടുന്നത്. സറൗണ്ടിങ് മീൻസ് ആ കുട്ടി ജീവിക്കുന്ന ആ ഒരു എൻവയോൺമെന്റ്. ഇപ്പൊ 3 years വരെ എന്നൊക്കെ പറയുമ്പോൾ വീട് തന്നെയാണ് കൂടുതലും അല്ലെ. ആഫ്റ്റർ 3 years ആവുമ്പോഴാണ് കുട്ടി സ്കൂളിലേക്ക് പോകുന്നത്. സൊസൈറ്റി നമുക്ക് വീണ്ടും അടുത്ത ഒരു ടേർഷറി ആയിട്ട് കാണാം. കാരണം ഒരു 6 yearsലൊന്നും കുഞ്ഞൊരിക്കലും സൊസൈറ്റിയിൽ ഒറ്റയ്ക്കൊന്നും പോവില്ല. പോവുകയാണെങ്കിൽ തന്നെ ഇതുപോലെ വീട്ടിൽ നിന്നോ സ്കൂളിൽ നിന്നോ ഒക്കെ പോകുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഫസ്റ്റ് 2 factors, കുട്ടി പോകുന്ന എൻവയോൺമെന്റിന്റെ ഫസ്റ്റ് 2 ഏരിയ, ഫാമിലി, സ്കൂൾ, ഇത് തന്നെയാണ് ഒരു ഏജ് വരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കുറെ കഴിയുമ്പോഴാണ് ഇവര് സൊസൈറ്റിയിലേക്ക് അത് ഒറ്റയ്ക്ക് പോകാനായിട്ട് വന്നത്. അപ്പോൾ ഈ 2 ഏരിയയിലും അവർക്ക് ശരിയായ രീതിയിലുള്ള സപ്പോർട്ടും ന്യൂട്രിയൻസും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഏരിയ ആയ സൊസൈറ്റിയിൽ പോകുമ്പോൾ അവർക്ക് നല്ലത് ചീത്ത, ഗുഡ് ഈവിൾ മനസ്സിലാകാനുള്ള ഒരു കഴിവുണ്ട്. they won't do anything wrong. എന്തെങ്കിലും അങ്ങനെ കാണുവാണെങ്കിൽ അവർക്ക് അത് ഒരു മടിയും ഇല്ലാതെ വന്ന് പറയാനായിട്ടുള്ള സ്പേസ് വീട്ടിലും ഉണ്ടാവണം, സ്കൂളിലും ഉണ്ടാവണം. സ്പേസ് കിട്ടാതെ വരുമ്പോഴാണ് പല കുട്ടികളും പല അതിനെയും ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നമ്മളുടെ അബ്സോർബന്റ് മൈൻഡിന്റെ അൺകോൺഷ്യസ് മൈൻഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ചെറിയ ഏജാ പറയണേ, പക്ഷെ നമ്മൾ അഡോളസൻസ് വരെയും അതിനെപ്പറ്റി ചിന്തിച്ചു. എല്ലാം കണക്ട് ചെയ്തല്ലേ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ, അങ്ങനെ ന്യൂട്രിയൻസ് എൻവിയോൺമെന്റിൽ നിന്ന് കിട്ടണമെങ്കിൽ വി മസ്റ്റ് therefore make the environment as interesting and attractive as we can. കുട്ടിക്ക് വേണ്ടുന്ന രീതിയിൽ തന്നെ അതിനെ വളരെ ഇൻട്രസ്റ്റിംഗും അട്രാക്റ്റീവും ആക്കി മാറ്റണം. അപ്പൊ നമ്മളിത് ഫിസിക്കൽ ഹെൽത്തിന്റെ ന്യൂട്രിയൻസും പറഞ്ഞു, മെന്റൽ ഹെൽത്തിന്റെ ന്യൂട്രിയൻസും പറഞ്ഞു അല്ലെ. ഇത് നമ്മൾ ആ എൻവിയോൺമെന്റ് അതിനനുസരിച്ച് മാറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് ഒരു തടസ്സവും ഇല്ലാതെ പോകും. ചുറ്റും കാണുന്നതൊക്കെ അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രായമാണ്. അത് അനലൈസ് ചെയ്യാനൊക്കെ തുടങ്ങുന്നത് കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ മെന്റൽ ഡെവലപ്മെന്റ് ആ എംബ്രിയോ സ്റ്റേജിൽ നിന്ന് പതുക്കെ മൈൻഡ് ഡെവലപ്പ് ആയിട്ട് വരുവാണ്. ഇത് ഈവൻ ദോ അൺകോൺഷ്യസ് മൈൻഡ് ആണെങ്കിലും എന്തും ഈ മനസ്സിനകത്തേക്ക് കയറി വരുക, ആ ഒരു പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അൺകോൺഷ്യസ് ആണെങ്കിലും ഇവനെ പല കാര്യങ്ങളും മനസ്സിലാക്കിക്കുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും ഒരു ബേസ് ആണ്. അവൻ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഒരു ബേസ് തന്നെയാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നതിന്റെ ഒരു ഫൗണ്ടേഷൻ പോലെയാണ് ഈ അൺകോൺഷ്യസ് മൈൻഡ്. ഇതിങ്ങനെ അവരുടെ ഒരു മനസ്സിന്റെ ഉള്ളിൽ ഇതിങ്ങനെ കിടക്കും. ഓർമ്മയില്ലെങ്കിൽ പോലും അതിന്റെ ഒരു ഇമ്പാക്ട് നെക്സ്റ്റ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരും. അങ്ങനെ മൈൻഡ് ഇങ്ങനെ ചൈൽഡ് കൺസ്ട്രക്ട് ചെയ്യുവാണ്. അപ്പൊ കിട്ടുന്നതെല്ലാം ഇങ്ങനെ അബ്സോർബ് ചെയ്ത് അവന്റെ മൈൻഡിലേക്ക് എടുത്ത് ഇംപ്രഷൻസ് ആയിട്ട് എടുത്ത് അവിടെ ആ ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ നടക്കുക അവന്റെ മൈൻഡിന്റെ. അങ്ങനെ മെമ്മറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവാണ് ആള്. ദ പവർ ടു കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനെ അനലൈസ് ചെയ്യാനും റീസൺ ചെയ്യാനും. ഏജ് 3 ഒക്കെ ആവുമ്പോഴേക്കും ഇത് ഈ അൺകോൺഷ്യസ് ആ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് കിട്ടിയത് മെമ്മറി ഡെവലപ്മെന്റിലേക്ക് മാറുവാണ്. അപ്പോൾ ഭയങ്കര ഐഡിയാസ് ഒക്കെ ആകും. അപ്പൊ മനസ്സിലാകും എന്താണ് ശരിക്കുള്ള കാര്യം. ജീവനുള്ളതും ജീവനില്ലാത്തതും നമ്മൾ ഒട്ടും അവർക്ക് അനങ്ങുന്നതെല്ലാം ജീവനുള്ളതെന്നൊരു ഫീലായിരുന്നു. അപ്പൊ ഒരു ടോയ് കൊടുത്താലും അതിനെന്തോ ജീവനുണ്ട്, അതിനോടൊക്കെ സംസാരിക്കുന്ന കാണാലോ കുഞ്ഞായിരിക്കുമ്പോ. ആ രീതിയിലുള്ള അങ്ങനെയുള്ള ഇതൊക്കെ മാറി അവർക്ക് പലതും അനലൈസ് ചെയ്യാനും റീസണിങ് ചെയ്യാനായിട്ട് പറ്റും. ആ 3 വയസ്സിന് ശേഷം ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുക. അവരുടെ റീസണിങ്, സോൾവിങ്, അനാലിസിസ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് കോൺഷ്യസ് മൈൻഡ് ആണ് 3 to 6 years. ഇതാരാ റീഡ് ചെയ്യാം? കോൺഷ്യസ് മൈൻഡ്. Like MS. Conscious mind, 3 to 6 years. From 3 to 6 years, the child continues to absorb knowledge, and this is also a period of self-construction. However, the child is now conscious. He has a memory and has advanced as well. Now he take. Sorry, ma'am. സ്ക്രീൻ കട്ടായി പോയി. ഹലോ, കേക്കാവോ?
Hello. ഇപ്പോൾ കേൾക്കാം. Okay. ഇപ്പോൾ കേൾക്കാം. Now he take consciously using his hand. It is my means of work that he become conscious and develop himself by means of his hand. He learned writing, reading, fundamental ideas, numbers, and many other things automatically and without fatigue. So we had to understand that the first period in human development, in which character is formed, is the most important time. At no other age, he has child greater need of an intelligent help, and any barriers that impedes his creative work will lessen the chance he has of achieving perfection. He has a type of mind that goes after the concentrate. He has the great power of imagination. The child should be allowed to work at their own pace, completing the cycle of activities so necessary to their growth and the development. ചെറിയ പണി നടക്കുന്നുണ്ട്. അതിപ്പോ ശബ്ദം കുറയുന്ന വിചാരിച്ച് വെയിറ്റ് ചെയ്യുക. ഇതൊക്കെ അടച്ചിട്ട് തൊട്ട് മുകളിലായതുകൊണ്ടാന്ന് തോന്നുന്നു ഒരു ശബ്ദം. So that is the end of our unit self construction. സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും ആയിരുന്നു പറഞ്ഞത്. അതിലെ സെൻസിറ്റീവ് പീരീഡിന്റെ നമ്മൾ 2 സെഷനും പറഞ്ഞു. നല്ല ന്യൂട്രീഷൻ കിട്ടുന്നതും മാൽ ന്യൂട്രീഷൻ ആണെങ്കിൽ സെൻസിറ്റീവ് പീരീഡിൽ എന്തൊക്കെ സംഭവിക്കുന്നു പറഞ്ഞു. ദെൻ അബ്സോർബന്റ് മൈൻഡില് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും ആയിരുന്നു. അൺകോൺഷ്യസ് മൈൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈവൻ ദോ അൺകോൺഷ്യസ് മൈൻഡ് ആണ്, മെമ്മറി ഒന്നും ഇല്ലെങ്കിൽ പോലും മെമ്മറിയിലേക്ക് കോൺഷ്യസ് സ്റ്റേജിലേക്ക് പോകുന്നതിന്റെ ഒരു ഫൗണ്ടേഷൻ കൂടിയാണ് അത് നമ്മൾ പറഞ്ഞത്. അപ്പൊ കോൺഷ്യസ് മൈൻഡ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. 3 to 6 years ശരിക്കും നോളജ് അക്യൂർ ചെയ്യുക, അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോളജ് ആ ഒരു 3 to 6 years. അവിടെ സെൽഫ് കൺസ്ട്രക്ഷൻ നേരത്തേനേക്കാളും കുറച്ചും കൂടെ എന്ന് വെച്ചാൽ കോൺഷ്യസ് ആണ്, കുട്ടിക്ക് ബോധമുണ്ട്. പക്ഷെ അതായത് ജീവനുള്ളത് എന്ത്, ജീവൻ ഇല്ലാത്തത്, അങ്ങനെ അതുപോലെ ഫാക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരിക. അമ്പിളി ഭാവനയൊന്നും അങ്ങനെ കിട്ടില്ല, അങ്ങനത്തെ ഒരു ഫീലൊക്കെ വരുവാണ്. യെസ് ഐ എച്ച് ശബ്ദം എന്തുറ്റി എന്തെങ്കിലും പറയാനാണോ? ഓക്കെ, അപ്പൊ ഇനിയുള്ളതെല്ലാം ഇനിത്തെ ഏജ് ആഫ്റ്റർ 3 years തുടങ്ങി എല്ലാം കോൺഷ്യസ്ലി ആണ്. പിന്നെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. കൈകളാണ് അതിന് പറ്റിയ ഏറ്റവും വലിയ ഇൻസ്ട്രുമെന്റ്. കൈകൾ യൂസ് ചെയ്യുന്നു, ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും പിരിവിരാന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പറയുന്നില്ലേ, ആ ഒരു ടൈമിന്റെ ഒരു പീക്കാണത്. അങ്ങനെ ഡെവലപ്പ് ആകുവാണ് ഹിംസെൽഫ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, ബട്ട് മെന്റൽ ഡെവലപ്മെന്റ് അത് പെട്ടെന്ന് മാറുവാണ്. ഈ ഒരു സമയത്താണ് പല കാര്യങ്ങളും എക്സ്പ്ലോഷൻസ് പോലെ പെട്ടെന്ന് വരുന്നത്. റൈറ്റിംഗ്, റീഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചില കുട്ടികൾ പടം വരയ്ക്കാൻ തുടങ്ങും അല്ലെ. പിന്നെ നമ്പേഴ്സ് മനസ്സിലാവും, കൗണ്ടിങ് മനസ്സിലാവും. ലൈക്ക് ഈവൻ ദോ അവരുടെ ആ ഒരു ഓർഗൻസ് അതെല്ലാം എന്താണ് പറയില്ലേ, തൊട്ടൊക്കെ കാണിച്ചില്ലേ, കണ്ണ്, മൂക്ക്, അതൊക്കെ കുറച്ചുകൂടി ചെറിയ ഏജിലേ തുടങ്ങും. ബട്ട് അവർക്ക് ആ ഒരു ഐഡിയ കിട്ടും. കുറച്ച് ആ ഫണ്ടമെന്റൽ ഐഡിയാസ് എല്ലാം കറക്റ്റ് അത് നല്ലപോലെ ബേസ് ആകും. അത് വിത്തൗട്ട് ഫാക്ട്, ആ ഒരു ടയേർഡ്നെസ് ഇല്ലാതെ, ക്ഷീണമൊന്നും ഇല്ലാതെയാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. അത്രയ്ക്ക് ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ട് ഭയങ്കര അലേർട്ടും ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് പീരിയഡ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, അവിടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ടൈമാണ് ഈ ഒരു ടൈമിൽ. അവിടെ ക്യാരക്ടർ ഫോർമേഷൻ നടക്കുക. കാരണം മൈൻഡ് ഡെവലപ്പ് ആവുകയാണ്, മൈൻഡ് ക്യാരക്ടറും കണക്റ്റഡ് ആണല്ലോ. സോ ആ ക്യാരക്ടർ ഫോർമേഷൻ നടക്കും. ഈ ഒരു സമയത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഇന്റലിജന്റ് ഹെൽപ്പ് ഒക്കെ വേണ്ടി വരും. ചിലപ്പോൾ വെള്ളമൊക്കെ വെച്ചിട്ട് ചില കളികളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. ഈ സമയത്ത് കുട്ടിയെ തടസ്സപ്പെടുത്തുവാണെങ്കിൽ ദാറ്റ് വിൽ ഇംപീഡ്സ് ഹിസ് ക്രിയേറ്റീവ് വർക്ക്. വളരെ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. അവരുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയം. ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്താൽ ദാറ്റ് വിൽ ഇംപീഡ്സ്, തടസ്സപ്പെടുത്തും, ഹിൻഡർ ഹിസ് ക്രിയേറ്റീവ് വർക്ക്. അങ്ങനെയാകുമ്പോൾ ഇവന്റെ ആ ഒരു ഡെവലപ്മെന്റ് അതിന്റെ പെർഫെക്ഷനിലേക്ക് പോകാനായിട്ട് അത് അവിടെ ആ ഒരു ചാൻസ് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ലെറ്റ് ഹിം ഡു, ഹി ഓർ ഷീ, ഓവർ ഇറ്റ് ഈസ്. ആ ഒരു മൈൻഡ്, അവന്റെ മൈൻഡ് ഇങ്ങനെ കൺസ്ട്രക്റ്റഡ് ആയിട്ട് വരുമ്പോഴേക്കും നമ്മൾ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ
അവിടെ ആ ഒരു പെർഫെക്ഷൻ നിലയ്ക്കും. അവിടെ ഇമാജിനേഷൻ, നല്ലൊരു പവർ ഓഫ് ഇമാജിനേഷൻ കുട്ടിക്കുണ്ട്. അവരുടെ തന്നെ ഒരു പേസിൽ ആ ഒരു സ്പീഡ്, അവരുടെ റേറ്റ് ഓഫ് ആ വർക്കിന്റെ റേറ്റിൽ ആ ഒരു ഇതിൽ തന്നെ അലോ ചെയ്യണം. അലോ ടു വർക്ക് ദെയർ ഓൺ പേസ്. അതാണ് മോണ്ടിസോറി മെത്തേഡിൽ എപ്പോഴും ചെയ്യുന്നത്. അവരുടെ ഓരോ കുട്ടിക്കും ഓരോ സ്പീഡ് ഉണ്ടാകും. ആ ഒരു സ്പീഡിൽ, അതായത് ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ് അവിടെ. 10 മിനിറ്റ് കൊണ്ട് ഒരു കുട്ടി ഒരു കാര്യം ചെയ്യുമായിരിക്കും, വേറൊരു കുട്ടിക്ക് അത് ചിലപ്പോൾ 20 മിനിറ്റ്സ് എടുക്കുമായിരിക്കും. ബട്ട് അത് ലെറ്റ് ഹിം ഡു, ആ ഒരു രീതിയിൽ തന്നെ. അങ്ങനെ കുട്ടി ഇങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണെന്നാ പറയുന്നത്, വിത്തൗട്ട് ടയർഡ്നെസ്, ആ ഒരു ക്ഷീണം ഒന്നുമില്ലാതെ. അങ്ങനെ അത് അവരുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ ഡെവലപ്മെന്റിനും വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇതാണ്. അപ്പൊ അതോടുകൂടി ആ ഒരു ലെസൺ തീരുവാ. ഞാൻ മിക്കവാറും ഇനി യൂണിറ്റ് 7 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ 3rd യൂണിറ്റിലെ അതുപോലെ തന്നെ 4th യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനത് അയച്ചു തരാം. ബട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കുറേ ദിവസമായിട്ട് പഠിക്കലൊന്നുമില്ല ടീച്ചറെ. എനിക്ക് തോന്നുന്നു 1, 2, 3, 4 ഒക്കെ എന്തെങ്കിലും ഉണ്ട്. 1 ഉം 2 ഉം ഞാൻ തന്നാന്ന് തോന്നുന്നു അല്ലെ? ക്വസ്റ്റ്യൻസ് 1 ഉം 2 ഉം തന്നിരുന്നോ? 1 ഉം 2 ഉം തന്നു. അപ്പൊ 3 ഉം 4 ഉം അല്ലേ? One, 2 തന്നു. 3 ഉം 4 ഒക്കെ തരാം. 3 ഉം 4 നമുക്ക് സിസ്റ്റം 3 ആണ്. മോണ്ടിസോറി അല്ല, 3 ഇതല്ലല്ലോ. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? നോ ടീച്ചർ, നമുക്കൊന്നും കേൾക്കുന്നില്ല. എനിക്ക് എന്റെ 2 ചെവിയും കേൾക്കണേ ഇല്ല. ഞാൻ പറയാൻ തന്നെ എനിക്ക് കേൾക്കുന്നില്ല ആ ശബ്ദം കാരണം. വെൽഡ് ചെയ്യണതോ അങ്ങനെ എന്തോ ശബ്ദം. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലെ ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് വായിക്കാം. ഓപ്ഷൻസ് പറയാം. ആൻസർ ഞാൻ പറയില്ല, കാരണം വെച്ചാൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളതല്ലേ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ടീച്ചർ? ജോമെട്രിക് ഷേപ്പ് ഉണ്ടാക്കുന്നതിന്റെ ഒരു റിമൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അന്ന് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടില്ല. അത് ചെയ്തിരുന്നോ? നിങ്ങൾ വേർഡ് റീഡിംഗ് കാർഡ്സ് ചെയ്തോ? പറഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞിരുന്നു. 2 കാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീഡിംഗ് കാർഡ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഫ്ലാഷ് കാർഡും പറഞ്ഞിരുന്നു. അത് രണ്ടും എനിക്ക് ഡൗട്ട് ഉണ്ട്. ഒരു കാർഡ്ബോർഡ് പോലെ കട്ട് ചെയ്തിട്ട് അതുപോലെ വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ട്, ഇപ്പൊ ആപ്പിളിന്റെ പിക്ചറാണ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒട്ടിച്ച് ബാക്കിൽ സ്പെല്ലിംഗ് ആണോ എഴുതേണ്ടത്? റീഡിംഗ് കാർഡ് അങ്ങനെയാണോ ഉദ്ദേശിച്ചത് മിസ്? കുട്ടികൾ ശരിക്കും പറഞ്ഞത് ചെറുതായിട്ടേ മനസ്സിലായുള്ളൂ ഈ ശബ്ദം കാരണം. കുട്ടികൾക്ക് നമുക്ക് 3 ടൈപ്പ് കാർഡ്സ് നിങ്ങൾ ഉണ്ടാക്കണം. ഒന്ന് വേർഡ് റീഡിംഗ് കാർഡ്സ്, ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ്. പിന്നത്ത് പ്രെയർ, ബുക്സ്, ടീച്ചർ, മദർ, ഫാദർ, ബ്രദർ, സിസ്റ്റർ, അങ്ങനെ ഫ്ലവർ, പിന്നെ ബാഗ്, ക്യാറ്റ്, റാറ്റ്, അങ്ങനെയൊക്കെ പല പല അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ്. 3 ലെറ്റർ വേർഡ് ഉണ്ടാക്കാം, 4 ലെറ്റർ വേർഡ്. അതിനൊക്കെ വലുത് വേണ്ട. ഞാൻ ചെയ്തത് ചാർട്ട് പേപ്പറിലാണ്. എന്നിട്ട് അതൊരു ചെറിയ കാർഡ്ബോർഡ് പീസിൽ ഒട്ടിച്ചു. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നമ്മളിത് കൊടുക്കുവാണെന്ന് വിചാരിച്ചു, കീറിപ്പോകൂലേ? സെക്യൂർ ചെയ്യണം. അതുകൊണ്ട് ചെറിയ കട്ടിയുള്ള ഒരു ബോർഡിലും കൂടെ എന്തോ വാങ്ങിച്ചത് കിട്ടിയതിന്റെയാണ്. ബാക്ക് സൈഡ് കണ്ടാൽ മതി. ബാക്കൊക്കെ ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ടിരിക്കും കേട്ടോ. അപ്പൊ ഇത് വേർഡ് റീഡിംഗ് കാർഡ്സ്. ഇത് മോണ്ടിസോറി മെറ്റീരിയലിലെ ഒരു മെറ്റീരിയൽ ഒന്നാണ് വേർഡ് റീഡിംഗ് കാർഡ്സ്. അപ്പൊ നമുക്ക് ലോ കോസ്റ്റ് ചെയ്യാൻ പറ്റുന്നല്ലേ. പിന്നെ പിക്ചർ റീഡിംഗ് കാർഡ്സ്, ഇതുപോലെ തന്നെ ഫെമിലിയർ ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പിക്ചർ ഒട്ടിച്ചിട്ടുള്ള പിക്ചർ റീഡിംഗ് കാർഡ്സ് ചെയ്യാം. അപ്പൊ എന്നോട് ചില കുട്ടികൾ ചോദിച്ചു, വേർഡ് റീഡിംഗ് കാർഡ്സിന്റെ ബാക്ക് വെറുതെ കിടക്കല്ലേ, അപ്പൊ ഈ വേർഡിന്റെ പിക്ചർ ബാക്കിൽ ഒട്ടിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഉള്ളത് കളർ റീഡിംഗ്. കളറിന് പറ്റിയ ഒരു കാർഡ് ഉണ്ടാക്കണം. മിസ്, പിക്ചർ റീഡിംഗ് കാർഡ്സിൽ പിക്ചർ ഒട്ടിച്ചിട്ട് പേരെഴുതണോ? അതുമ്പോ
പേരെഴുതുന്നത്. അപ്പൊ റോസ് ആണെങ്കിൽ റോസ്, കൗ, മിസ്സേ എന്തോ. ഞാനേ ഇന്റേൺഷിപ്പ് ചെയ്തായിരുന്നു. അപ്പൊ എനിക്ക് അവര് കുറച്ച് ഇങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ ഓരോ വർക്കുകൾ തരും. അപ്പൊ എനിക്ക് മലയാളമായിരുന്നു സബ്ജക്ട് കിട്ടിയത്. അപ്പൊ ഞാൻ അതിന് 1-2 കാർഡ് ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഞാൻ ഒരെണ്ണം കാട്ടാം. കാണിക്കൂ പ്ലീസ്. ഇതുപോലെയാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. മതി. ഇതുപോലെയല്ലേ ചെയ്യണ്ടേ അപ്പൊ? ഓക്കെ. ഇത് എന്താ പറയാ, ഇതില് ഫയല് പോലെ ആക്കി വെച്ചോ? ഫയല് പോലെ. അത് ഓ വെച്ചിട്ട് 2 വേർഡ് അങ്ങനെ ആ തൊട്ട് 5 വരെ. അതിലിപ്പോ എന്റെ 2-3 ഉള്ളൂ. 2 ചെയ്തിരുന്നേ. അപ്പൊ ഓ തൊട്ടുള്ളതാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ബാക്കി സ്കൂളിൽ വെച്ചിട്ട് പോന്നു. കളർ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാട്ടോ. ഞാനിങ്ങനെ ഒരു ഷേപ്പ് ചുമ്മാ ഉണ്ടാക്കി അതിൽ ആ കളറ് ഫില്ല് ചെയ്തു. ബ്ലൂ, റെഡ്, അങ്ങനെ വൈബ്രന്റ് കളേഴ്സ് വെച്ചിട്ട് കളർ റീഡിങ് കാർഡ്സ്. ഒക്ടോപ്പസിനെ പോലെ ഉണ്ട് അത്. ചുമ്മാ എന്തോ വെറുതെ ഒരു ഷേപ്പ് ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. ഇത് ക്ലിയർ ആയില്ലേ? പിക്ചർ റീഡിങ് കാർഡ്സ്, വേർഡ് റീഡിങ് കാർഡ്സ്, കളർ റീഡിങ് കാർഡ്സ്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ചെയ്തോ? അത് പറഞ്ഞിരുന്നോ? മിസ്സേ പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമുക്ക് ഫേസ് മാസ്ക് ചെയ്യാൻ നമ്മൾ തന്നെ വരയ്ക്കണം എന്നുണ്ടോ? നമുക്ക് വരച്ച പിക്ചേഴ്സ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് ചെയ്താലും പോരെ? അപ്പൊ കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടുമല്ലോ. ശരിയാ. പിന്നെ പ്ലക്കാർഡ് പോലെ ചെയ്താലും മതി. ഇങ്ങനെ ഇപ്പൊ 2 ചെവിയിൽ ഇങ്ങനെ സ്ട്രിങ് ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കൈ പിടിക്കുന്ന പ്ലക്കാർഡ്സ് പോലെ ആയാലും മതി. ഓക്കെ. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ചെയ്തോ? അതൊന്ന് പറയോ മിസ്സേ, എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാനിതിപ്പോ ചാർട്ട് പേപ്പറിലാണ് ചെയ്തത്. കുറച്ചുകൂടെ സെക്യൂർ ആക്കാനായിട്ട് ബാക്കിൽ കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിക്കാം. സാൻഡ് പേപ്പറിൽ ഈ ലെറ്റർ ട്രേസ് ചെയ്ത് കട്ട് ചെയ്യണം. അത് പലരും അത് എങ്ങനത്തെ പേപ്പർ? അതിനായിട്ട് പേപ്പറാണ് അത് അറിയില്ല. അതിനെ പറ്റിട്ട് അതാ ചോദിക്കണം. സാൻഡ് പേപ്പർ നമ്മളുടെ വീട്ടില് പെയിന്റിങ് അല്ലെങ്കിൽ ഫർണിച്ചർ ഒക്കെ ചെയ്യുമ്പോൾ ഫൈനാക്കാൻ ഉരക്കില്ലേ? മിസ് ഒരപ്പേപ്പർ അല്ലേ? ഒരപ്പേപ്പർ എന്ന് പറയാ. ഓക്കെ അപ്പൊ മനസ്സിലായി. പെയിന്റിന്റെ ഷോപ്പിൽ കിട്ടും അത്. അത് കിട്ടും. അങ്ങനെ ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടും. കളർ റീഡിങ് കാർഡ്സ് കാണിക്കുന്നത്. അത് ലെറ്റേഴ്സ് അതിൽ വെട്ടല്ലേ? ലെറ്റേഴ്സ് അതിൽ വെക്കും. ചിലര് ബാക്ക് സൈഡിലൊക്കെ വരച്ച് അവർക്ക് മിറർ ഇമേജ് ആയി പോയി എല്ലാ ലെറ്ററും കറക്റ്റ് ആയിട്ട് വരില്ല. എ ഒന്നും കുഴപ്പമുണ്ടാവില്ല, ഓ ഒന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ചില ലെറ്റർ തിരിഞ്ഞു പോകും. എച്ച് അതൊന്നും കുഴപ്പമുണ്ടാവില്ല. ബാക്ക് സൈഡ് അത് ഈ കത്രിക കൊണ്ട് വെട്ടണതിന് പകരം ഒരു തരം ഒരു കത്തി ഉണ്ടല്ലോ, അതുകൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. കളർ റീഡിങ് കാർഡ്സ്. മിസ് ഞാൻ കളർ റീഡിങ് കാർഡേ ഡ്രസ്സില്ലേ, നമ്മള് ഡ്രസ്സിന്റെ ക്ലോത്തിന്റെ ചെറിയ പീസസുകൾ പല കളറ് ഒട്ടിച്ചു വെച്ചു. ഞാൻ തയ്യൽ കടയിൽ പോയിട്ട് ഇല്ല, ഞാൻ തയ്യൽ കട ഇല്ല ഞാൻ ഇപ്പൊ ഷോപ്പിലാണ്. അപ്പൊ ഞാനേ തയ്യൽ കടയിൽ പോയി ചോദിച്ചപ്പോ അവര് പറഞ്ഞത് അത് മൊത്തം എടുത്തുണ്ടാക്കോ, വേസ്റ്റ് തുണികളല്ലേ. അതുപോലെ ഞാനൊരു വെറൈറ്റിക്ക് അങ്ങനെ ചെയ്തു. അത് നല്ല കാര്യം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ക്ലാസ്സിലൊന്ന് കാണിക്കൂ കേട്ടോ. പിന്നെ ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാക്കാം. പല ടൈപ്പ് ട്രയാങ്കിൾസ് ഇല്ലേ നമുക്ക്? സ്കേലിയൻ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങളുടെ അപ്പാരറ്റസ് റെക്കോർഡിൽ വരുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പ് ട്രയാങ്കിൾസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇത് കളർ പേപ്പറോ എന്തോ വാങ്ങിച്ചിട്ട് കാർഡ്ബോർഡ് ആ ഷേപ്പിൽ ട്രയാങ്കിളിന്റെ ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു. ട്രയാങ്കിൾസ് മാത്രം പറ്റുള്ളൂ? എല്ലാ ഷേപ്പുകളും വേണോ? എല്ലാ ഷേപ്പ് നിങ്ങൾക്ക് പറ്റുന്ന ഷേപ്പുകളൊക്കെ ചെയ്തോളൂ. അതാ ലക്ഷ്മി എന്തോ ഒരു ഇത് മാസ്ക് കാണിക്കും. ഞാൻ പറഞ്ഞ മാസ്ക് പ്രിന്റ് ഔട്ട് എടുത്ത് കട്ട് ചെയ്ത് എനിക്ക് സ്കൂളിലെ സ്റ്റോർ ചെയ്തപ്പോ ഞാൻ മാസ്ക് ചെയ്തതാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി കാണുമല്ലോ സ്റ്റോറി എന്നിട്ട് നറേറ്റ് ചെയ്തപ്പോ. അപ്പൊ എന്നോട് പിറ്റേ ദിവസം അവര് പറയുന്നുണ്ട്, ടീച്ചറെ നാളെ സ്റ്റോറി കൊണ്ട് വന്നാ മതി കേട്ടോന്നൊക്കെ. കൊറേ പ്രാവശ്യം ജയിച്ചു എന്ന് പറയണ്ടായിരുന്നു. ഇതുപോലെ ഫസ്റ്റ് ബാച്ച് ഒരു കുട്ടി ഇതുപോലെ പ്ലക്കാർഡ് പോലെ കൊണ്ടുപോയി കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. വീണ്ടും വീണ്ടും ചെയ്തു തരാൻ പറഞ്ഞു.
അത് എന്റെ കയ്യിലുണ്ട് മിസ്. ഞാൻ ഒരു എലഫന്റിന്റെ സ്റ്റോറി എടുത്തപ്പോ അത് ദേ ഇതുപോലെ എടുത്തേ. കാർഡ്ബോർഡിൽ ഒട്ടിച്ചിട്ട് ചെയ്തു. അത് പറ്റുന്നതൊക്കെ കുറേശ്ശെയായിട്ട് ചെയ്തു വെക്കൂ. കാരണം ലാസ്റ്റ് മൊമെന്റിലേക്ക് ആക്കി വെക്കില്ല. നമുക്ക് വെക്കേഷനിലെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കുട്ടികളുണ്ട്, അവർക്ക് ഒരു പല ആവശ്യങ്ങളായിട്ട് വരും, നമുക്ക് അവരുടെ കാര്യങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല വെക്കേഷനിൽ. കിട്ടുന്നതിനനുസരിച്ചൊക്കെ ചെയ്തു വെക്കും. ട്രയാങ്കിൾ പല ടൈപ്പിലുള്ള ട്രയാങ്കിൾ വേണോ? അത് ട്രയാങ്കിൾ തരാം. അത് കിട്ടിയാലും നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും ചിലപ്പോ ആ ട്രയാങ്കിൾ പല ടൈപ്പ് അല്ലെങ്കിൽ കുട്ടികളുടെ ടെക്സ്റ്റിൽ നോക്കട്ടെ വരും. എന്നിട്ട് അതിനനുസരിച്ച് ട്രയാങ്കിൾ വരയ്ക്കാം, സ്ക്വയർ, റെക്ടാങ്കിൾ, അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാം, സർക്കിൾ. പിന്നെ 3D ഷേപ്സ് ആവുമ്പോൾ നമുക്ക് ക്യൂബ് ഉണ്ടാക്കാം. ക്യൂബോയിഡ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും കാർട്ടൺ ആ ഒരു ഷേപ്പിൽ കിട്ടുവാണെങ്കിൽ അത് കളർ പേപ്പർ വെച്ച് കവർ ചെയ്യുക, അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് ക്യൂബോയിഡ് ചെയ്യുക. പിന്നെ നമുക്ക് പിങ്ക് ടവർ എന്നും പറഞ്ഞൊരു മോണ്ടിസോറി മെറ്റീരിയൽ ഉണ്ട്. ഈ പിങ്ക് ടവർ ക്യൂബ് ചെയ്യാൻ അറിയാമെങ്കിൽ 10 ക്യൂബ്സ് ഉണ്ടാക്കുക. പിങ്ക് കളറിലെ ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഏറ്റവും വലുത് 10 സെന്റിമീറ്റർ, ഏറ്റവും ചെറുത് 1 സെന്റിമീറ്റർ, 10, 9, 8, 7 ആ രീതിയിൽ. ക്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണല്ലോ. അപ്പൊ ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ ഒരു കുട്ടി പിങ്ക് ടവർ കാണിച്ചു, ഫുൾ വുഡ് കൊണ്ടുള്ളത്. കുട്ടിയുടെ അച്ഛൻ കാർപ്പൻട്രി ചെയ്യുന്ന ആളാ. അപ്പൊ അങ്ങനെ വന്ന പീസസ് വെച്ചിട്ട് അച്ഛൻ ചെയ്തു കൊടുത്തു. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ വല്ല വർക്ക്ഷോപ്പൊക്കെ നമുക്ക് അടുത്തുണ്ടാവും. അവരിപ്പോ ചിലപ്പോ വേസ്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ഏതെങ്കിലും വലിയൊരു പീസ് കട്ട് ചെയ്ത് അതിന്റെ എല്ലാം വേസ്റ്റ് കത്തിച്ചൊക്കെ കളയും ആൾക്കാർ, കത്തിക്കാനൊക്കെ എടുക്കും. അതൊക്കെ എടുത്തിട്ട് അതൊക്കെ അവരോടൊന്ന് ഫിനിഷ് ചെയ്തതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് പിങ്ക് പെയിന്റ് വാങ്ങിച്ചാൽ മതി. ഈ കുട്ടി പിങ്ക് പെയിന്റ് അല്ല ചെയ്തത്, പിങ്ക് പേപ്പർ വെച്ച് ഒട്ടിച്ചു. പക്ഷെ നല്ല നല്ല ഫൈൻ ആയിട്ടിരിക്കുന്നു. അപ്പൊ 10 സെന്റിമീറ്ററിന്റെ വെയിറ്റ് കൂടണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ ബോക്സ് പോലെ ചെയ്തു. അത് 4 വുഡൻ പീസസ്, ഉള്ളില് ഹോളോ. പിങ്ക് പേപ്പർ ഒട്ടിക്കുവാണല്ലോ, അപ്പൊ മനസ്സിലാവില്ല. ബാക്കിയെല്ലാം ഫുൾ വുഡൻ ആയിട്ടുള്ളതായിരുന്നു. ഓക്കെ, അത് നന്നായിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ വായിക്കാൻ മിസ് സാൻഡ് പേപ്പർ ലെറ്റർ ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അതിന് പകരം ഈ ഫോം ഷീറ്റ് വെച്ചിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ഫോം ഷീറ്റ് വെച്ച് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടില്ല. അത് ഞാനേ സ്കൂളിൽ ചോദിച്ചായിരുന്നു മിസ്സേ, അങ്ങനെ ഫോം ഷീറ്റിൽ ചെയ്യാമെന്ന്. അപ്പൊ അവര് പറഞ്ഞത് നമ്മള് കുട്ടികളുടെ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്മൾ അതിൽ റൈറ്റ് ചെയ്യുമ്പോൾ ഗ്രാസ്പിംഗ് പവർ കൂടാൻ വേണ്ടിയിട്ടാണ് സാൻഡ് പേപ്പർ തന്നെ അവര് പറയാൻ. ഫൈൻ മോട്ടോർ സ്കിൽസ് കൂടും. പിന്നെ ചില ഫോം ഷീറ്റിൽ നിന്ന് ഈ ഗ്ലിറ്റർ വരലില് പറ്റും. ഇവര് വായിൽ വെക്കൂ, ഭക്ഷണം കഴിക്കുമ്പോഴകത്ത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ചാൻസ് കൊടുക്കണ്ടല്ലോ. കാര്യം കാണാൻ നല്ല ഭംഗിയാണ് ഫോം ഷീറ്റ് അല്ലെ, എളുപ്പമാണ് അത് കട്ട് ചെയ്യാനും. നമുക്ക് ശരിക്കും മോണ്ടിസോറി മെറ്റീരിയലിൽ ഒന്നാണ് ഈ പറഞ്ഞ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. അത് കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് നല്ലപോലെ ഡെവലപ്പ് ചെയ്യിക്കും. അവരതിന്റെ കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടവും. സാൻഡ് പേപ്പർ ഫോം ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 ടൈം മേ ബി അല്ലെങ്കിൽ 2 ടൈം മേ ബി അവര് നോക്കുകയോ പിടിക്കുകയോ ചെയ്യുമായിരിക്കും. പക്ഷെ സാൻഡ് പേപ്പർ കൊടുത്താൽ ഡെഫിനറ്റ്ലി ദേ വിൽ റിപ്പീറ്റ് ദ പ്രോസസ്. അവർ വരച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർക്കൊരു ടിംഗ്ലിംഗ് എഫക്റ്റ് ആണ് അവരുടെ വിരൽത്തുമ്പിൽ വരുന്നത്. അതുകൊണ്ട് അവരുടെ ഫൈൻ മോട്ടോർ സ്കില്ലും കൂടുവാണ്. അവരുടെ മനസ്സിലേക്ക് ആ ലെറ്ററിന്റെ ഇംപ്രഷൻ ചെല്ലും. പിന്നെ അത് നോക്കി അവർ വരയ്ക്കും, മീൻസ് എഴുതും. അവർ വരയ്ക്കാന്നാണല്ലോ എഴുതുന്നതിന് അവർ ആദ്യം പറയുന്നത്. കുട്ടികളിൽ പെട്ടെന്ന് തന്നെ ആ റൈറ്റിംഗ് വരും. ഒരു വ്യത്യാസമുണ്ട്. പിന്നെ നമ്മളിങ്ങനെ എയറിൽ എഴുതാനായിട്ട് പഠിപ്പിക്കാം. അങ്ങനെ അവിടുത്തെ ഒരു മിസ് എന്നോട് പറഞ്ഞേ. അപ്പൊ 1 ആവുമ്പോ സാൻഡ് പേപ്പറിൽ, പിന്നെ സാൻഡിൽ എഴുതിക്കുക, പിന്നെ നമ്മൾ എയറിൽ എഴുതിച്ചിട്ടാണ് ബുക്കിൽ എഴുതിക്കാവുള്ളൂ എന്നാണ് മിസ് പറഞ്ഞത്. കൊള്ളാലോ, നല്ല സ്കൂൾ. എവിടെയത്? വിദ്യാധിരാജ സ്കൂൾ, ആലുവ. ആലുവ. മിസ്സേ, ഈ വേർഡ് റീഡിംഗ് കാർഡും കളർ റീഡിംഗ് കാർഡും ഒക്കെ എത്ര മാക്സിമം വേണ്ടി വരും? 10 ഉണ്ടാക്കാൻ പറ്റുമോ?
മാക്സിമം എത്ര വേണമെങ്കിൽ ഉണ്ടാക്കാം. മിനിമം ഒരു 5-10 ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാ. വേറെ ഒന്നും അല്ല, ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് എടുക്കുമ്പോഴേക്കേ കുഞ്ഞുങ്ങളല്ലേ എല്ലാവർക്കും വേണം തോന്നും. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് 2 പേരെ പെയർ ചെയ്ത് ഒരു കാർഡ് കൊടുക്കാനെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതല്ലേ. പിന്നെ മിസ്സേ അതെ എന്താ നമ്മളിപ്പോ കാർഡിൽ ഇപ്പൊ കുറച്ച് നെയിംസ് എഴുതുമ്പോ അനിമൽസിന്റെ, ബേർഡ്സിന്റെ അങ്ങനെ അല്ലാതെ ഒക്കെ ഷഫിൾ ചെയ്തിട്ട് അങ്ങനെ പല രീതിയിലാണോ? ചെറിയ ചെറിയ വേർഡ്സ് എഴുതാണോ? അങ്ങനെ എങ്ങനെ എഴുതാത്? എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ 3 ലെറ്റർ ആയിരിക്കും നല്ലത്. 3 ലെറ്റർ വേർഡ്സ്, കാറ്റ്, റാറ്റ് അല്ലെ, അങ്ങനത്തെ. പിന്നെ ഇവര് ഫെമിലർ, ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കണം. ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ കാണുമ്പോ ഇതാണ് അതിന്റെ പിക്ചർ. അപ്പൊ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അപ്പൊ അത് അവരുടെ ഓർമ്മയിൽ നിൽക്കും, എങ്ങനെയാണ് ഇരിക്കണത് എന്നുള്ളൊരു അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇതൊക്കെ നമ്മളുടെ ഐഡിയ പോലെ ഏതൊക്കെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. മിസ് എക്സ്ക്യൂസ് മീ മിസ്, ഞാന് ഇങ്ങനെ പഠിപ്പിക്കാൻ പോയപ്പം 5 ലിറ്റിൽ ഡക്കിന്റെ ഒരു റൈംസ് എടുത്ത് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇങ്ങനെ പല കളറിൽ, അപ്പൊ കളർ കൺസെപ്ഷനും അത് വെച്ച് പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ കുറെ കോൺവെർസേഷൻ ക്വസ്റ്റ്യൻസും കൊടുത്തു. അങ്ങനെ ഇത് പഠിപ്പിച്ചു കൊടുത്തു. കുറെ 5 ലിറ്റിൽ ഡക്കും ഒരു മദർ ഡക്കും ഉണ്ടാക്കി. പിന്നെ ഞാന് ഓൺലൈനിൽ ഇത് സാൻഡ് പേപ്പർ വരുത്തിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി. ഞാനത് ഇങ്ങനെ വെട്ടി ഓരോ ആൽഫബറ്റ്സ്, സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും, അത് നല്ല പരുവരുപ്പായിട്ടുള്ളൊരു ഇതാണ്. ഇതൊക്കെ പറഞ്ഞ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾക്കൊന്നും കാണുന്നില്ല. അയ്യോ സോറി. ഞാനിങ്ങനെ കണ്ണു തുറന്നിരിക്കുവാണ്. 5 ലിറ്റിൽ ഡക്ക് ഇതാണ്. ചേച്ചി ഇപ്പോഴും കണ്ടോ വീഡിയോ മിസ്സേ? ആക്കിയില്ല. കണ്ടോ മിസ്സേ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? മതി, അപ്പൊ ക്ലിയർ ആവും. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ 6 എണ്ണം ഉണ്ടാക്കി ഒരു മദർ ഡക്ക്, എന്നിട്ട് അതാണ് പഠിപ്പിച്ചത് റൈംസ്. പിന്നെ ഇങ്ങനെ പല കളറിലെ കളർ കൺസെപ്ഷനും എല്ലാം അതിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. കാണാമോ മിസ്സേ? പിന്നെ അത് കഴിഞ്ഞ് ഇത് ഓൺലൈനിൽ സാൻഡ് പേപ്പർ അടിച്ചു കൊടുത്തപ്പോ അവര് തന്നത് ഇതാണ്. ഞാൻ അതുകൊണ്ട് ഞാൻ ഉൾട്ടയാണോ തിരിച്ചാണോ കാണിക്കുന്നത്? ഇത് ഫോം ഷീറ്റ് ആണ് ചേച്ചി. ഇങ്ങനെ പക്ഷെ നല്ല ഇതുണ്ട്, നല്ല പരുവരിപ്പുണ്ട്. ഇത് കൊടുത്തപ്പോ പക്ഷെ ഇതിന്റെ ഗ്ലിറ്റർ നമ്മുടെ കയ്യിലാകും. ആണാണ്, അത് ആകും. പക്ഷെ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇത്. അതെ, അവർക്ക് കാണാനൊക്കെ ഇഷ്ടമായിരിക്കും. തിളങ്ങിയൊക്കെ നിൽക്കുവാണല്ലോ. സന്തോഷമായിരിക്കും പിള്ളേർക്ക് കയ്യിലും ഡ്രസ്സിലും. ഇത് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി. എല്ലാരും കൂടെ ഇടിയാ അതിന് എടുക്കാൻ. കഴിഞ്ഞോ ടീച്ചിങ് പ്രാക്ടീസ്? കഴിഞ്ഞോ? കഴിഞ്ഞു. വെരി ഗുഡ്. ഓക്കെ മിസ്. ഞാൻ വൈവ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഫസ്റ്റ് ബാച്ചിനെ. അപ്പൊ അതില് ഒരു ട്രെയിനി മിസ് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ കാണിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഓർത്താ ശരി കാണിച്ചു. ഉണ്ടല്ലോ വീഡിയോ അങ്ങ് ഓൺ ചെയ്തിട്ട് ഒരു റൂം മുഴുവനും നിറയെ ആ സാധനങ്ങളായിരിക്കുന്നത്. ആ റൂമിൽ ഒരാൾക്ക് കിടക്കാനോ ഒന്നും പറ്റില്ല. ആ രീതിയിൽ ആ ഒരു ബെഡ്റൂം മുഴുവനും അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അത്രയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ടീച്ചറാട്ടോ, 25 years എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറാണ്. അപ്പൊ അവർക്ക് ഇനി സോഷ്യൽ വർക്കാണ് താല്പര്യം, സർവീസ് പോലെ, പെയ്ഡല്ല. എവിടെയെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റുള്ളവരെ ആ ബാച്ചിനെ ഒറിഗാമി പഠിപ്പിച്ചത് ആ ടീച്ചറായിരുന്നു. അല്ലേ, മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഹെൽപ്പാണ്, ഹെൽപ്പിങ് എവരിബഡി. ഓക്കെ, പിന്നെ റിട്ടേൺ ഗിഫ്റ്റ് പോലെ എപ്പോഴെങ്കിലും ഒരു ഹെൽപ്പ് തിരിച്ചും കിട്ടും. ഓക്കെ, സോ എന്തായാലും ക്വസ്റ്റ്യൻസ് വായിക്കാൻ സമയം കിട്ടിയില്ല, അപ്പൊ അത് ഷെയർ ചെയ്തേക്കാം. സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? യെസ് പ്ലീസ്. പ്ലീസ് പറഞ്ഞു. സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ?
ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. നിങ്ങളുടെ മെറ്റീരിയൽസ് ഉണ്ടാക്കിയതൊക്കെ കണ്ടത് സൈൻ ഔട്ട് ആയിട്ട് അങ്ങ് വിചാരിച്ച് ഞാൻ ബൈ പറയുന്നു. ഓക്കെ ബൈ, താങ്ക് യു സോ മച്ച്. ഓക്കെ മിസ്, താങ്ക് യു. താങ്ക് യു. മിസ് സർവേ ക്വസ്റ്റ്യൻ ഇട്ടില്ലല്ലോ. മൈക്ക് ഓൺ അല്ല. മൈക്ക് മ്യൂട്ടാ. ഞാൻ ഇടാം, സർവേ ക്വസ്റ്റ്യൻ ഇടാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യങ്ങൾ ഇന്നത്തോടു കൂടി തീർന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് സമയം കിട്ടുന്നൊരു പ്രതീക്ഷ. ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയുണ്ട് ടീച്ചർ? ടഫ് ആണോ അല്ലെങ്കിൽ എല്ലാം നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണോ? ടഫ് ഒന്നുമല്ല, ബട്ട് ഫസ്റ്റ് ബാച്ചുകാർ പറഞ്ഞത് ഭയങ്കര ടഫാന്നൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞത് ഞങ്ങൾ ആ PDF വായിച്ചപ്പോ പിന്നെ ക്ലാസ്സിൽ കയറാതിരുന്നതിന്റെ അതിന്റെയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. സെക്കൻഡ് ബാച്ചുകാർ അവർ ക്ലാസ്സിൽ കയറുന്ന കുറെ കുട്ടികളാണ്, മെജോറിറ്റി ക്ലാസ്സിൽ കയറുന്നവരായിരുന്നു. MP3 കുട്ടികൾ 2 and 3 കമ്പൈൻഡ്. അപ്പൊ അവർക്ക് ഈസി ആയിരുന്നു. ഫസ്റ്റ് ബാച്ചുകാർക്ക് ടഫായിരുന്നു. അവര് ക്ലാസ്സിൽ കയറുന്ന റെക്കോർഡ് ക്ലാസ് കാണുന്നതൊക്കെ ഇത്തിരി പ്രശ്നമായിരുന്നു. എന്നിട്ട് അവര് പറഞ്ഞു ഞങ്ങള് ഒരെണ്ണം ടഫായി വന്നപ്പോഴേക്കും നെക്സ്റ്റ് വൺ അവർ വായിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് ഈസി ആയി. ടോട്ടൽ എത്ര പേപ്പർ ഉണ്ട് ടീച്ചർ? നമ്മൾക്കിപ്പോ ഞാൻ വിചാരിച്ചത് ഒരു 300 ആണ്. അപ്പം അന്ന് കണ്ടപ്പോ ഒരു 1200 മാർക്ക് എന്നുള്ള ഒരു ഇത് കണ്ടു. നമുക്ക് 7 സബ്ജക്ട്സ് ആണ് വരുന്നത്, ഇൻക്ലൂഡിങ് ഇംഗ്ലീഷ്. ഡിപ്ലോമയുടെ മാത്രം പറഞ്ഞത്. PGക്ക് 2 കൂടെ വരും. അങ്ങനെ 5 പ്രാക്ടിക്കൽസ്, PGക്ക് 1 പ്രാക്ടിക്കൽ എക്സ്ട്രാ വരും. സോ 6 പ്രാക്ടിക്കൽസ് ഫോർ PG, 5 ഫോർ ഡിപ്ലോമ. അപ്പൊ ഈ കോമൺ ആയിട്ടുള്ളത് ഒരുമിച്ച് എഴുതും നിങ്ങൾ. അപ്പൊ 7 സബ്ജക്ട്, ഇംഗ്ലീഷ് 1 സബ്ജക്റ്റ് ആയിട്ടാണ്. 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 മാർക്സ് ഈച്ച്, 100 മാർക്സ് ഓരോ സബ്ജക്ട്. മെയിൻ എക്സാം ആയിട്ടില്ല, മോഡൽ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ വൈവ നടക്കുവാ ഫസ്റ്റ് ബാച്ചിന്റെ. മെയിൻ എക്സാം നമുക്ക് ഏകദേശം എപ്പോഴായിരിക്കും? ഓഗസ്റ്റിലാവുമ്പോഴേ ഉണ്ടാവും. നിങ്ങളുടെ ഏത് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ? സെപ്റ്റംബർ. സോ 10 months കോഴ്സ് എന്നുള്ള രീതിയിലാണ്. 2 monthsലായിരിക്കും എക്സാമും വൈവ അങ്ങനത്തെ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ജൂലൈ ഒക്കെ ആവുമ്പോഴേക്കും കോഴ്സ് അങ്ങ് തീരും. പിന്നെ എക്സാമിന്റെ കാര്യങ്ങൾ ഓഗസ്റ്റ് സെപ്റ്റംബറിനുള്ളിൽ എല്ലാം തീരും. എക്സാമും വൈവ ഒക്കെ. മോഡൽ എക്സാം ആണ് മിസ്. ഇപ്പൊ അവർക്ക് മോഡൽ എക്സാം ആണ്. നമുക്ക് മോഡ്യൂൾ 1 തീരുമ്പോ, അതായത് 4 പാർട്ട് ഉണ്ടല്ലോ മോഡ്യൂൾ 1. ഈ 4 പാർട്ടിനെയാണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കണേ. 6 സബ്ജക്ട്. മോഡ്യൂൾ 2 ആണ് 7ാമത്തെ ഇംഗ്ലീഷ്. മോഡ്യൂൾ 1 കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ടേം എക്സാം ഉണ്ട്. 100 ക്വസ്റ്റ്യൻ ആയിരിക്കും, 100 മാർക്സ്. അതിലൊരു 90 ക്വസ്റ്റ്യൻസ് ആണ് മോഡ്യൂൾ 1 വരുന്നത്. 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ആയിരിക്കും. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ്. അതൊരു എക്സാം നടത്തും. അത് കഴിയുമ്പോൾ മോഡൽ എക്സാം സബ്ജക്ട് വൈസ് നടത്തും. പിന്നെ മെയിൻ എക്സാം. 3 എക്സാം അല്ലേ? മോഡൽ എക്സാമിന്റെ മാർക്ക് കൂട്ടില്ലല്ലോ, നമ്മള് മെയിൻ എക്സാമിന്റെതല്ലേ കൂട്ടും? മാർക്ക് കൂട്ടില്ല, പക്ഷെ ഡ്യൂറിങ് ദ വൈവ ആ മാർക്ക് നോക്കിയിട്ടായിരിക്കും ഞാൻ ആളെ വൈവ ചെയ്യുന്നത്. അപ്പൊ വൈവയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ, മോഡൽ എക്സാമിന് മാർക്ക് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ ഹെൽപ് ദം. അപ്പൊ മോഡൽ എക്സാം നല്ല രീതിയിൽ തന്നെ എഴുതണം, എന്നിട്ട് മെയിൻ എക്സാം. അങ്ങനെ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞാൽ മെയിൻ എക്സാം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പൊ എല്ലാരും ഈ മോഡൽ എക്സാം സ്കിപ്പ് ചെയ്താലോ. അപ്പൊ അങ്ങനെ ഒരു അത് സ്കിപ്പ് ചെയ്യണ്ടാവും. നിങ്ങൾ അറ്റൻഡ് ചെയ്യാണ് നല്ലതാണ്. അത് എവിടെയൊക്കെ പോയാലും ഓൺലൈൻ അല്ലേ, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ആ ഒരു ഞാൻ വൈവയ്ക്കിരിക്കുമ്പോ ആ മാർക്ക് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ വൈവയ്ക്കിരിക്കുന്നത്. മിസ് ടൈം ഒക്കെ എങ്ങനെയാ? എത്ര മണിക്കൂറാ? 1 hour 10 minutes പിള്ളേര്. വൈവയുടെ ടൈം എത്രയാ മിസ്സേ? വൈവ 20 minutes ആണ് ഇപ്പൊ ചെയ്യുന്നത്. പിന്നെ നമ്പർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ 15, 10 ഒക്കെ എല്ലാ ഏരിയയും കവർ ചെയ്യും. 20 minutes കറക്റ്റ് ആണ് അതിന്. വൈവ ടീച്ചർ തന്നെയാണെങ്കിൽ പിന്നെ പേടിക്കണ്ട. എന്താ പേടിക്കണ്ടാത്ത? അപ്പൊ പേടിപ്പിക്കണം. ടീച്ചറെ നമ്മള് കണ്ട് നല്ല ഇതായല്ലോ, അപ്പൊ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ ഒരു ദിവസോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല. ടെൻഷനും കുറവായിരിക്കും. പേടിപ്പിക്കാനൊന്നുമില്ല, ജസ്റ്റ് എനിക്കൊന്ന് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങൾക്ക് ഈ മെത്തേഡ് നിങ്ങളുടെ ഉള്ളിൽ കയറിയോ, മദർഹുഡ് ഒക്കെ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ അറിയണം. അതാണ് എൻ്റെ ഒരു കൺസേൺ. കാരണം ഞാൻ മോൾഡ് ചെയ്ത് വിടുന്ന കുട്ടികള്
കയ്യിലേക്ക് മക്കള് കുഞ്ഞു മക്കള് വരുമ്പോ എനിക്ക് പേടിക്കാതിരിക്കണം, അതേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ടെൻഷൻ ആവും. എനിക്കങ്ങനെ പറ്റി ഫസ്റ്റ് ബാച്ചില്. അതിപ്പോഴും എന്നെ ഭയങ്കര ഹോണ്ട് ചെയ്യാ. വൈവ ആവാറായപ്പോഴേക്കും എനിക്കൊരു കോള് വന്നു. മാം, കോൾ ഇതായിരുന്നു, അസൈൻമെന്റ്, റെക്കോർഡ് ഇതൊക്കെ ചെയ്യേണ്ടതുണ്ടോ, കമ്പൽസറി ആണ്. ഞാൻ ചോദിച്ചു, ഞാനൊന്നും കമ്പൽസറി പറഞ്ഞില്ല, ബട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി എനിക്കിത് വേണം എന്ന് തോന്നിയാണ് എല്ലാ കുട്ടികളും ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ പുതിയ പുതിയ ബാച്ചിലെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ, എനിക്കിത് വേണം, ഇറ്റ്സ് ഫോർ മീ, ആ ഒരു തോട്ട് ഞാൻ എല്ലാ ബാച്ചിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു ഞാൻ റെക്കോർഡ് ക്ലാസ്സും എനിക്ക് കാണാൻ പറ്റാറില്ല, ലൈവ് ക്ലാസ്സിലും വരാറില്ല. രാത്രി 8 മണിക്കുള്ള ക്ലാസ് ആണേ. ഞാൻ ചോദിച്ചു അതെന്താ? ഞാൻ വർക്ക് ചെയ്യാം. ചോദിച്ചു എവിടെയാ വർക്ക് ചെയ്യണില്ല ചോദിച്ചു. ഞാൻ ടീച്ചറാന്ന് പറഞ്ഞു. അതോടുകൂടി എനിക്ക് ഞാൻ ചോദിച്ചു, ടീച്ചറുടെ കുട്ടികൾക്ക് കുറച്ച് വർക്ക് കൊടുക്കുന്നു, ആക്ടിവിറ്റി കൊടുക്കുന്നു, അവർ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ടീച്ചർക്ക് അവരെ ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു റൈറ്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. പറ്റിയിരിക്കുന്നു. ഞാൻ ഓക്കെ ബൈ, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. ഒരു ടീച്ചറാണ് ചോദിക്കുന്നത് ചെയ്യണോന്നുള്ളത്. നമ്മളെ പോലെ ഒന്നും അറിയാത്ത ആളാണെങ്കിൽ ഓക്കെ, അതില് അത്ര വലിയ എന്താ പറയാ, അറിയാനിട്ടാണെന്ന് പറയാം. എല്ലാ ബാച്ചിനോട് ഷെയർ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ അത് മനസ്സിലാക്കണം. കാരണം ഒരു ടീച്ചർ അങ്ങനെ പറഞ്ഞപ്പോ വേറെ ആരുടെ ഭാഗത്തുനിന്നും എനിക്ക് അങ്ങനെ ഒരു മൂവ് ഉണ്ടായില്ല. പക്ഷെ ഈ ഒരു ടീച്ചർ വിളിച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യുവാണ്, അപ്പൊ ഞാൻ ഓർത്തു ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പല റീസൺസ് ഉണ്ടല്ലേ, പല പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവാം, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം, ചിലപ്പോ പ്രഗ്നന്റ് ലേഡീസ് ഉണ്ട്, ഞാൻ ഭയങ്കര വോമിറ്റിംഗ് ബുദ്ധിമുട്ടുമായിട്ടുള്ളത്, ഹോസ്പിറ്റലിൽ തന്നെ കയറി ഇറങ്ങുന്നവര്, ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഞാനൊരു ടീച്ചറാണ്, ടീച്ചർക്ക് നൈറ്റ് ഡ്യൂട്ടി ഒന്നും ഇല്ലല്ലോ. ടീച്ചർ രാവിലെ വൈകിട്ട് വരുന്ന എല്ലാ ഹോളിഡേയ്സും എൻജോയ് ചെയ്യുന്നു, സാറ്റർഡേ സൺഡേ എൻജോയ് ചെയ്യുന്നു. അയ്യോ, അത് ടീച്ചർക്ക് അത് ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടി കുട്ടികൾക്ക് കുറച്ചുകൂടി കാണിക്കാൻ ഒക്കെ പറ്റുമായിരുന്നല്ലോ. വിചാരിച്ച ഒരു സർട്ടിഫിക്കറ്റും കൂടെ അങ്ങ് എടുത്ത് വെക്കാം. ഈ നമ്മുടെ ചില സൂപ്പർ സ്റ്റാർ ഒക്കെ ചില സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ, എന്ത് കാര്യത്തിന് ഈ സിനിമയിൽ അഭിനയിച്ചതെന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഹസ്ബൻഡ് പറയണേ കേൾക്കാം, അവർക്ക് നമ്പർ കൂട്ടാനാണ്, ഇത്ര മൂവിയിൽ അഭിനയിച്ചു എന്നുള്ള നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ എക്സ്ട്രാ കയ്യിലിരിക്കാനായിരിക്കും. മീൻസ് അതിൽ നിന്ന് പുള്ളിക്കാരെ ഒന്ന് മാറി. യെസ്, ഞാൻ കാരണം എന്റെ ടെൻഷൻ അവിടെ അതായിരുന്നു. ആ ഒരാള് ഒന്നും ചെയ്തില്ല, അയാൾ ഒന്നും ചെയ്യാത്ത എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അയാൾ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ എത്ര കുട്ടികൾ അവരുടെ മുന്നിലൂടെ പോകുന്നതോ, എത്ര കുട്ടികളെ നോക്കുന്ന ആളോ. അപ്പൊ എനിക്ക് അതൊക്കെയായിരുന്നു എന്റെ ടെൻഷൻ. എനിക്ക് അത്രയേ ഉള്ളൂ വൈവ, എന്റെ കൺസേൺ അതേ ഉള്ളൂ. നിങ്ങൾക്ക് ആ മെത്തേഡ് നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ, നിങ്ങൾ കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ്, കുഞ്ഞുങ്ങളോടൊന്നല്ല നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോട് എങ്ങനെയാണെന്നൊന്നും അറിയണം. അത്രയേ ഉള്ളൂ വൈവ, വേറെ ഒന്നും വൈവില്ല. ചെയ്ത ആക്ടിവിറ്റീസ്, കാരണം അതൊരു ക്രൈറ്റീരിയ തന്നെയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. നമുക്ക് മാർക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, ചുമ്മാ നമുക്ക് മാർക്ക് തരാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്കും ഫീൽ ചെയ്യണം ഞാൻ ചെയ്തതിന് എനിക്ക് കിട്ടിയതാ, എന്റെ എഫേർട്ടിന് കിട്ടിയ മാർക്ക് എന്നുള്ള ആ ഒരു സന്തോഷം. ഇപ്പൊ ഒരു 100-ലൊരു 60 മാർക്സ് ആണെങ്കിലും ഇത് എന്റെ എഫേർട്ടിന് കിട്ടിയതാണ്. അല്ലെങ്കിൽ 80 മാർക്സ് ആണെങ്കിലും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ മാർക്ക് കിട്ടിയത്. ആ ഒരു ഫീല് നമുക്ക് വരണ്ടേ. ചുമ്മാ ഞാൻ എല്ലാവർക്കും 100 ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ചെയ്തതിനൊരു നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ. ഒരാള് എല്ലാം ചെയ്തു, ഒരാൾ അതിന്റെ പകുതിയെ ചെയ്തുള്ളൂ. ആ ഒരു ഡിഫറൻസിയേഷൻ വേണമല്ലോ, ഡിസ്ക്രിമിനേഷൻ ഇല്ല, ഒരു ഡിഫറൻസിയേഷൻ. ഒരാൾ ചെയ്ത ഒരാൾക്കും ചെയ്യാത്ത ഒരാൾക്കും ഉള്ള ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. സമയമുണ്ട്, ദിവസം ഒരു 30 മിനിറ്റ്സ് മാറ്റി വെച്ചാൽ ഇപ്പൊ തന്നെ എല്ലാരും പലതും ചെയ്തിട്ടുണ്ട്. ടീച്ചർ, ഞാൻ ടീച്ചർ ഒന്ന് സാൻഡ് പേപ്പർ നമ്പർ ആക്കാൻ പറഞ്ഞപ്പോ ഞാൻ അതിന്റെ പിറ്റേ തന്നെ ചെയ്തിരുന്നു. അത് അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു അതിന്റെ സൈസും കാര്യം. അതിന് ശേഷം എത്രയോ നാളിന് ശേഷമാണ് സൈസിന്റെ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് വളരെ ചെറുതായിരുന്നു. നമ്മൾ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അത് പിന്നെ വെച്ചെടുത്ത് തന്നെ ആവും. നമ്മൾ അപ്പൊ ചെയ്യുന്നതാണ് നല്ലത്. എക്സ്ക്യൂസ് മീ മിസ്, ഞങ്ങളെല്ലാം ഒരുവിധം ചെയ്തു. അസൈൻമെന്റ് മൊത്തം എല്ലാത്തിനും 10 out of 10, 40 out of 40 എല്ലാം ചെയ്തു. പിന്നെ 3rd റെക്കോർഡ് തീരാറായി, അത് ചെയ്യുകയാണ് എല്ലാം. പിന്നെ എക്സാമിനുള്ളതും എല്ലാം അടിച്ചടിച്ചടിച്ച് ആ പരീക്ഷയുടെ എല്ലാം ചെയ്യുന്നുണ്ട്. ഒന്നും ഞങ്ങൾ ചെയ്യാം. 3ഉം 4ഉം ഞാൻ ഇട്ടേക്കാം, സർവേയുടെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇട്ടേക്കാം. ഇത് 3 നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് ഒന്ന് ലെവലായി കഴിയുമ്പോഴേക്കും അസൈൻമെന്റ് തരാം. ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ജയദേവ് സാറിന്റെ അസൈൻമെന്റ് ചെയ്തോ? മാർക്ക് വന്നോ?
അത് ലാസ്റ്റത്തത് 2 മാർക്ക് വന്നില്ല. അശ്വതി മിസ് തന്നതും മറ്റേ അതും തന്നില്ല. അത് എനിക്കും ആ ജയദേവ് സാറ് തന്നത് ഞാൻ ചെയ്തത് എനിക്കിനി കഴിയാണോ ഇനി അതിന്റെ വന്നില്ല. ബാക്കി എല്ലാം വന്ന് എല്ലാം 10 ഔട്ട് ഓഫ് 10, 40 ഔട്ട് ഓഫ് 40 അങ്ങനെ വന്നത്. അത് ഞാൻ 100 ഇന്നെന്ന് കിടപ്പുണ്ട് ഇതുവരെ, ഞാൻ നോക്കുന്നുണ്ട്, ഇതുവരെ അതിന്റെ മാർക്ക് കിട്ടിയില്ല. ഓക്കെ എന്നാ പോട്ടെ. Okay, teacher. Thank you. Have a nice day. താങ്ക് യു, ബൈ. താങ്ക് യു മിസ്.